Good morning, everyone. Welcome back once again. നമ്മുടെ ഇന്നത്തെ സെഷനിലേക്ക് എല്ലാവർക്കും സ്വാഗതം. Hope you're doing great. All right. How was the meditation? എങ്ങനെയുണ്ടായിരുന്നു? Hope it was a wonderful experience. നല്ലൊരു എക്സ്പീരിയൻസ് ആണെന്ന് വിചാരിക്കുന്നു. Thank you. Thank you so much. ഓക്കെ, നമ്മളുടെ ഇന്നത്തെ സെഷനിലേക്ക് നമുക്ക് കിടക്കാം അല്ലേ? സെഷനിലേക്ക് കിടക്കുന്നതിന് മുൻപ് നിങ്ങളുടെ ആ ഒരു എന്താ പറയുക അച്ചീവ്മെന്റ് ഒന്ന് കമന്റ് ചെയ്തോളൂ. ജസ്റ്റ് കമന്റ് ആവും. നിങ്ങൾക്ക് എത്രത്തോളം അച്ചീവ്മെന്റ് ഉണ്ടായിട്ടുണ്ട്, നിങ്ങളുടെ ആ ഒരു ടൈമിങ്. എത്ര മണിക്ക് എണീറ്റത്? 3:50. ഓക്കെ, വെരി ഗുഡ്. 3:50 എണീറ്റു. ഓക്കെ. ആൻഡ് അനീസ് അഹമ്മദ് 3:50 എണീറ്റിട്ട് എന്തൊക്കെയാണ് ഈ ഒരു സമയത്തിനിടയിൽ ചെയ്തത്? 4:21. ഓക്കെ, വെരി ഗുഡ്. 5 മണി, 4:55, 4:45. ഓക്കെ, വെരി ഗുഡ്. നമ്മളുടെ ലൈഫിൽ അഞ്ചു മണി. ഓക്കെ, വെരി ഗുഡ്. ഓൾറൈറ്റ്. ഇന്നലെ നമ്മൾ എടുത്ത ടോപ്പിക് എന്താണ്? ഒന്ന് പറയാമോ? ഇന്നലെ നമ്മൾ എന്തായിരുന്നു സംസാരിച്ചിരുന്നത്? ഇന്നലെ സംസാരിച്ച ടോപ്പിക് എത്ര പേർക്ക് ഓർമ്മയുണ്ട്? ചെക്ക് ചെയ്യാം. ജസ്റ്റ് ലെറ്റ് മീ നോ. ജസ്റ്റ് ടെൽ മീ. ഓക്കെ, 5 AM. ഓക്കെ. ഇന്നലെ നമ്മൾ സംസാരിച്ച ടോപ്പിക് ഏതാണ്? നമ്മളെ സ്ട്രഗിൾസിനെ കുറിച്ചാണ് പറയുന്നത് അല്ലേ? ചാലഞ്ചസിനെ കുറിച്ചാണ് പറയുന്നത്. നമ്മൾ ഗോൾസ് അച്ചീവ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇറങ്ങിത്തിരിക്കുമ്പോൾ നമ്മൾ ഫേസ് ചെയ്യുന്ന ചലഞ്ച്, ഡിസ്ട്രാക്ഷനെ കുറിച്ച് പറഞ്ഞു അല്ലേ? നമ്മൾ എങ്ങനെയാണ് ഡിസ്ട്രാക്റ്റഡ് ആവുന്നത്, അതാണ് നമ്മൾ പറഞ്ഞിരുന്നത്. ഇന്ന് നമ്മൾ മറ്റൊരു വിഷയമായിട്ട് വരികയാണ്. സോ ഹോപ്പ് യു ആർ റെഡി. നിങ്ങൾ റെഡി ആണെന്ന് വിചാരിക്കുന്നു. കോമൺ ചാലഞ്ചസ്, ഡിസ്ട്രാക്ഷൻ എന്ന് പറഞ്ഞതിന് ശേഷം അടുത്തത് അഡാപ്റ്റിംഗ് ടു ചേഞ്ച്. 10ാമത്തെ പോയിന്റ് ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് അഡാപ്റ്റിംഗ് ടു ചേഞ്ച്. പലരുടെയും ഗോളുകൾ അച്ചീവ് ചെയ്യുന്ന സമയത്ത് വരുന്ന വലിയൊരു ഇഷ്യൂ ആണ് ഏത്? ഈ ചേഞ്ചിന് അഡാപ്റ്റ് ചെയ്യുക എന്ന് പറയുന്നത്. അതുകൊണ്ടുള്ള പ്രശ്നം എന്താ? ഈ ഒരു പ്രശ്നം ഉണ്ടാകുന്ന ചലഞ്ച് എന്താണ്? ഫേസിങ് അൺഎക്സ്പെക്ടഡ് ഒബ്സ്റ്റക്കിൾസ് ഓർ ചേഞ്ചസ് ഇൻ സർക്കംസ്റ്റാൻസസ്. അതായത് നമ്മളിപ്പോൾ നിൽക്കുന്ന ഒരു സംഗതിയുണ്ട് അല്ലേ? ഗോള് അച്ചീവ് ചെയ്യാൻ വേണ്ടി, അല്ലെങ്കിൽ ഗോളിന് വേണ്ടിയിട്ട് നമ്മളൊരു പുതിയൊരു ഗോള് സെറ്റ് ചെയ്തിട്ട് ഇറങ്ങിത്തിരിക്കുമ്പോൾ നമ്മുടെ ഏറ്റവും വലിയ പ്രോബ്ലമാണ് നിലവിലുള്ള പലതും ചേഞ്ച് ആകും. നിലവിലുള്ള പലതും നമുക്ക് ചേഞ്ച് ആകും. ആ നിലവിലുള്ള പലതും ചേഞ്ച് ആകുമ്പോൾ ഒരു പ്രശ്നമാണ്. പരമാവധി ആൾക്കാർ വീഡിയോയിൽ വരട്ടെ. ബി ഹിയർ ഇൻ വീഡിയോ, പ്ലീസ് ബി ഹിയർ ഇൻ വീഡിയോ. ഓക്കെ, എല്ലാവരും എന്ത് ചെയ്യാം? വീഡിയോയിൽ വരും. ഓക്കെ, ബി ഹിയർ ഇൻ വീഡിയോ, പ്ലീസ് ബി ഹിയർ ഇൻ വീഡിയോ. ഓക്കെ, താങ്ക് യു. നമ്മളുടെ ഒരു മെയിൻ പ്രോബ്ലം ആണെന്ന് വെച്ചാൽ, ഒരു ഗോള് നമ്മൾ സെറ്റ് ചെയ്ത് ആ ഗോൾ അച്ചീവ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇറങ്ങിത്തിരിക്കുമ്പോൾ ഇപ്പോൾ ഉള്ള പലതും ചേഞ്ച് ആകും. ചിലപ്പോൾ ഇപ്പോൾ നിങ്ങൾ താമസിക്കുന്ന സ്ഥലത്ത് നിന്ന് പുതിയ സ്ഥലത്തേക്ക് മാറേണ്ടി വന്നേക്കാം. അതല്ലെങ്കിൽ പുതിയ രീതികൾ, ഇപ്പൊ നിങ്ങൾ പോകുന്ന ഒരു സമയം ഉണ്ട്, ആ സമയം ഒന്ന് മാറ്റേണ്ടി വരും. കാലത്ത് 5 മണിക്ക് എണീക്കേണ്ടി വന്നേക്കാം. അതും അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും രീതിയിലൊക്കെ നിങ്ങൾക്ക് എന്താ വെച്ചാൽ ചേഞ്ചസ് കൊണ്ടുവന്നേക്കാം. ആ ചേഞ്ചസ് കൊണ്ടുവരുന്ന സമയത്ത് അതിനെ അക്സെപ്റ്റ് ചെയ്യാൻ കുറച്ച് പ്രയാസം ഉണ്ടാവും. അതിനോട് അഡാപ്റ്റ് ചെയ്യാൻ കുറച്ച് പ്രയാസം ഉണ്ടാവും. വിജയിക്കുന്ന ആൾക്കാരുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ക്വാളിറ്റി എന്ന് പറയുന്നത് അഡാപ്റ്റബിലിറ്റിയാണ്. ചേഞ്ചിനോട് അഡാപ്റ്റ് ചെയ്യാനുള്ള ഒരു മെന്റാലിറ്റി വേണം. പുതിയ മാറ്റങ്ങളെ സ്വീകരിക്കാനുള്ളൊരു മെന്റാലിറ്റി വേണം. മാറ്റങ്ങളില്ലാതെ നിങ്ങൾ തുടരുകയാണെന്നുണ്ടെങ്കിൽ, ഒരു സമയത്ത് നമുക്ക് എല്ലാവർക്കും അറിയാം അല്ലേ, നോക്കിയ എന്ന് പറയുന്ന ഫോൺ ഉണ്ടായിരുന്നു. സമൂഹത്തിൽ വലിയ ചേഞ്ച് നടക്കുകയാണ്. ആ ചേഞ്ച് നടക്കുന്ന സമയത്ത്, അല്ലെങ്കിൽ നടക്കുന്ന ആ ഒരു എന്താ പറയുക, മാർക്കറ്റിൽ വലിയ ചേഞ്ച് നടക്കുന്ന സമയത്ത് നോക്കിയ പറഞ്ഞു, ഇല്ല ഞങ്ങൾ ചേഞ്ച് ചെയ്യാനൊന്നും പോകുന്നില്ല, ഞങ്ങൾ അത്രയും ഡോമിനന്റ് ആയിട്ടുള്ള സ്ട്രോങ് ആയിട്ടുള്ള ടീമാണെന്നുള്ള രീതിയിൽ അവർ സംസാരിച്ചു. അവർ മാറ്റങ്ങൾ വരുത്താൻ തയ്യാറായില്ല. അവർ ആൻഡ്രോയിഡിലോട്ടോ അല്ലെങ്കിൽ ഈ പറഞ്ഞിരിക്കുന്ന
അവർ പുതിയ സോഫ്റ്റ്വെയറിലോട്ട് അവർ മാറ്റാൻ തയ്യാറല്ല. അവരെപ്പോഴും കീ ബട്ടൺസ് അല്ലേ ഉള്ള ഫോണുമായിട്ട് തന്നെ നിലനിന്നു. അങ്ങനെ എന്തായി അവസാനം? അവരുടെ മുന്നേ മറ്റുള്ള ഫോണുകൾ കയറി വന്നു. അപ്പൊ ചേഞ്ചിനെ അഡാപ്റ്റ് ചെയ്യാൻ നമുക്ക് പറ്റണം. ചേഞ്ച് ഉണ്ടായ പുതിയ ഗോള് സെറ്റ് ചെയ്തേ പറ്റും. പുതിയൊരു ഗോള് സെറ്റ് ചെയ്തേ പറ്റും. ആ ഗോള് സെറ്റ് ചെയ്തിട്ട് നമ്മൾ മുന്നോട്ട് പോകുമ്പോൾ പുതിയ ചേഞ്ചസ് നമ്മൾ വരുത്തിയേ പറ്റും. ഇല്ലെങ്കിൽ എന്ത് സംഭവിക്കും? നമ്മൾ എന്ത് ചെയ്യും? ഔട്ട്ഡേറ്റഡ് ആവും. നമുക്കെന്ന് വെച്ചാൽ മുന്നോട്ട് പോകാൻ കഴിയില്ല. പലരുടെയും ഒരു പ്രോബ്ലം അതാണ്, ചേഞ്ചിനെ അഡാപ്റ്റ് ചെയ്യാൻ തയ്യാറല്ല എന്നുള്ളതാണ്. മനസ്സിലാവുന്നുണ്ടോ? ചേഞ്ചിന് തയ്യാറായേ പറ്റൂ, വേറെ വഴിയില്ല. അതിനെന്ത് ചെയ്യണം? നമ്മളെ പിടിവാശി ഒഴിവാക്കണം. ഞാനിങ്ങനെയാണ്, എൻ്റെ രീതി ഇതാണ്. ചില പ്രിൻസിപ്പിൾസ് ഒക്കെ മുറുകെ പിടിക്കുന്ന പോലെ, ചില വാല്യൂസ് ഒക്കെ മുറുകെ പിടിപ്പിക്കുന്ന പോലെ ചില കാര്യങ്ങളിൽ പിടിവാശി ഉണ്ടാവും. ബാലിശമായിട്ടുള്ള പിടിവാശി, തെറ്റായ ചിന്താഗതികൾ, കാലഹരണപ്പെട്ട ചിന്താഗതികൾ. അങ്ങനെയുള്ള ആൾക്കാർ ഡെവലപ്പ് ചെയ്യില്ല, ഗ്രോ ചെയ്യില്ല. റിസൾട്ട് ലഭിക്കാത്തതിൻ്റെ ഒരു കാരണം ചിലപ്പോൾ നിങ്ങൾക്ക് എന്തായിരിക്കാം? നിങ്ങളുടെ ഉള്ളിലുള്ള ചില കാര്യങ്ങൾ ഇങ്ങനെയാണ്, ഞാൻ ഇങ്ങനെ ചെയ്യും, എനിക്ക് ഇങ്ങനെ ലഭിക്കണം എന്നുള്ള ചിന്താഗതി മാറ്റണം. പുതിയ ഗോളിന്റെ ഭാഗമായിട്ട് ചിലപ്പോൾ നിങ്ങൾ യാത്ര ചെയ്യേണ്ടി വരും. നമ്മളിൽ അധികം ആൾക്കാരുടെ ഒരു പ്രശ്നമാണെന്ന് വെച്ചാൽ നമ്മളിപ്പോൾ പോകുന്ന ഒരു കംഫർട്ട് സോൺ ഉണ്ട്. ആ കംഫർട്ട് സോൺ തന്നെ മുന്നോട്ട് പോകും. ബ്രേക്ക് ദ കംഫർട്ട് സോൺ, ബിക്കോസ് യുവർ സക്സസ് ഈസ് അറ്റ് ദ എൻഡ് ഓഫ് യുവർ കംഫർട്ട് സോൺ. നിങ്ങളുടെ കംഫർട്ട് സോണിന്റെ എപ്പോൾ അവസാനിക്കുന്നുവോ അപ്പോൾ മുതലാണ് നിങ്ങളുടെ വിജയമുള്ളത്. യു ഹാവ് ടു ജമ്പ് ഇൻ ടു ദ അൺകംഫർട്ടബിൾ സോൺ. അവിടെ പ്രയാസം ഉണ്ടാവും, അവിടെ ചലഞ്ച് ഉണ്ടാവും. ഇറ്റ്സ് ഓക്കെ, ബട്ട് ഫിഗർ ഇറ്റ് ഔട്ട്. ഫിഗർ ഇറ്റ് ഔട്ട് ലേറ്റർ. അത് ഫിഗർ ഔട്ട് ചെയ്യാം. അത് ലേറ്റർ സ്റ്റേജിൽ എന്ത് ചെയ്യണം? ഫിഗർ ഔട്ട് ചെയ്യണം. യു ഗോട്ട് ഇറ്റ്? ഞാൻ പറഞ്ഞ് മനസ്സിലാവുന്നുണ്ടോ? യു ഫിഗർ ഇറ്റ് ഔട്ട് ലേറ്റർ. യു സോൾവ് എ പ്രോബ്ലം. അതെന്ത് ചെയ്യണം? പിന്നീട് ഫിഗർ ഔട്ട് ചെയ്തിട്ട് സോൾവ് ചെയ്യാം. ക്ലിയർ ആണോ പറഞ്ഞേ? എല്ലാം പെർഫെക്റ്റ് ആയിട്ട് കാര്യങ്ങൾ ചിലപ്പോൾ ചെയ്യാൻ കഴിഞ്ഞോളാം. ചില പലരും ചിന്തിക്കുന്നത് അതാണ്. ഈ കംഫർട്ട് സോൺ വിടാൻ വേണ്ടിയിട്ട് ഓരോ എക്സ്ക്യൂസ് കണ്ടെത്തും. പെർഫെക്റ്റ് ആയിട്ട് ഞാൻ ചെയ്യാൻ ആഗ്രഹിക്കുന്നു. പെർഫെക്ഷനിസം അത് വിടുക. മേക്ക് എ ചേഞ്ച്. ചിലപ്പോൾ യാത്ര ചെയ്യേണ്ടി വരും, ടൈം ചേഞ്ച് ചെയ്യേണ്ടി വരും, റുട്ടീൻ ചേഞ്ച് ചെയ്യേണ്ടി വരും, പ്ലാനുകൾ, നിലവിൽ പോകുന്ന സംഗതികൾ, കാര്യങ്ങളെല്ലാം മാറ്റേണ്ടി വരും. എന്താണെന്ന് വെച്ചാൽ ചേഞ്ചിനെ എംപ്രൈസ് ചെയ്തേ പറ്റൂ. ഇല്ലെങ്കിൽ എന്ത് സംഭവിക്കുക? ഈ ചേഞ്ചിന്റെ ഈ ചേഞ്ച് നമ്മൾ വരുത്തി നമ്മൾ ഗോൾ സെറ്റ് ചെയ്ത് മുന്നോട്ട് പോകുമ്പോൾ പല ആൾക്കാരുടെയും പ്രശ്നം നിലവിലുള്ള കാര്യങ്ങൾ ചേഞ്ചായി പോകുമ്പോഴാണ് അവർക്ക് ഈ കൺസിസ്റ്റൻസി ഇല്ല എന്ന് പറയുന്നില്ലേ, തുടർച്ച കിട്ടുന്നില്ല. എന്താ കാര്യം? അവരിപ്പോഴും പഴയതിനെയാണ് ഇഷ്ടപ്പെടുന്നത്. മനസ്സിലാവുന്നുണ്ടോ? ഈ ചേഞ്ചിനെ അക്സെപ്റ്റ് ചെയ്യാൻ തയ്യാറാവുന്നില്ല. ആർക്കൊക്കെ കൺസിസ്റ്റൻസി പ്രോബ്ലം ഉണ്ടെന്ന് കമന്റ് ചെയ്ത് ജസ്റ്റ് കമന്റ് ഡൗൺ. കൺസിസ്റ്റൻസി പ്രോബ്ലം ഉള്ള ആൾക്കാരൊക്കെ ഒന്ന് കമന്റ് ചെയ്ത് ജസ്റ്റ് കമന്റ് ഡൗൺ. കൺസിസ്റ്റൻസി പ്രോബ്ലം ഉള്ള ആൾക്കാരൊക്കെ കമന്റ് ചെയ്യും. ജസ്റ്റ് കമന്റ് ഡൗൺ മീ എന്ന് കമന്റ് ചെയ്യാം. നിങ്ങളുടെ പ്രോബ്ലം ഒന്നുകിൽ സ്ട്രെസ് ആയിരിക്കാം എന്ന് പറഞ്ഞല്ലോ, അതേപോലെ വേറൊരു റീസൺ ആണെന്ന് വെച്ചാൽ ഈ ചേഞ്ചിനെ സ്ട്രെസ് ആയിട്ട് സ്വീകരിക്കും. ഈ ചേഞ്ച് വരുമ്പോൾ അത് ഇഷ്ടപ്പെടുന്നില്ല. ദെൻ യു വാണ്ട് ടു ഗോ ബാക്ക്. നിങ്ങളുടെ എസ്കേപ്പിസം, നിങ്ങളുടെ കംഫർട്ടബിൾ ആയിട്ടുള്ള സോൺ, പഴയതിലേക്ക്. പുതിയതിനെ അക്സെപ്റ്റ് ചെയ്യാൻ തയ്യാറല്ല. അപ്പം അവിടെ ഒരു ഡെവലപ്പ് ചെയ്യണം. ഒരു സ്ട്രോങ് മൈൻഡ് സെറ്റ് ഡെവലപ്പ് ചെയ്യണം. നോ മാറ്റർ വാട്ട് ഹാപ്പൻസ്, ഐ എം ഗോയിങ് ടു ഗെറ്റ് ത്രൂ ദിസ്. ഇതിലൂടെ ഞാൻ കടന്നു പോകും. ഈ പ്രോബ്ലത്തെ ഞാൻ അക്സെപ്റ്റ് ചെയ്യുന്നു, എംബ്രേസ് ചെയ്യുന്നു. ഇറ്റ്സ് ഓക്കെ, ഐ ലവ് ഡൂയിങ് ഇറ്റ്. ഐ ലവ് ടു ഗോ ത്രൂ ദിസ്. ഈ പ്രോബ്ലത്തിലൂടെ കടന്നു പോകാൻ ഞാൻ റെഡിയാണ്. ഇതിലൂടെ കടന്നു പോകാൻ ഞാൻ റെഡിയാണ്. ഈ ഒരു പ്രയാസത്തിലൂടെ കടന്നു പോകാൻ ഞാൻ റെഡിയാണ്. ഐ എം റെഡി ടു ഗോ ത്രൂ ദിസ്. ബിക്കോസ് അങ്ങനെ കടന്നു പോയാൽ മാത്രമേ എന്തുള്ളൂ? വിജയമുള്ളൂ. എവറി ന്യൂ ചേഞ്ച്, പുതിയ ഗോൾ സെറ്റ് ചെയ്ത് നമ്മൾ പോകുമ്പോൾ എവറി ന്യൂ ചേഞ്ച്, ന്യൂ ഇയർ ആണ് വരാൻ പോണത് അല്ലേ? പുതിയ മാറ്റങ്ങൾ വേണം, പുതിയ ചേഞ്ചസ് വേണം, പുതിയ ഗോളുകൾ സെറ്റ് ചെയ്യും. സോ വി ആർ പ്രിപ്പയറിങ് യുവർ സെൽഫ്. ആ പുതിയ ഗോളുകൾ സെറ്റ് ചെയ്യുമ്പോൾ എവറി ന്യൂ ചേഞ്ച്
Every new change, hard in the beginning, messy in the middle, but peaceful at the end. എഴുതി വെച്ചു. Every new change is hard in the beginning, messy in the middle, but peaceful at the end. എല്ലാ പുതിയ മാറ്റങ്ങളും തുടക്കത്തിൽ പ്രയാസമേറിയതും മധ്യത്തിൽ കുഴഞ്ഞു മറിഞ്ഞതും അന്ത്യത്തിൽ ശാന്തവുമായിരിക്കും. എങ്ങനെയുണ്ടാ വാക്ക്? ഒന്ന് എഴുതി വെച്ചോ, പ്രിന്റ് ചെയ്ത് വെച്ചോ വീട്ടിൽ. എല്ലാ പുതിയ മാറ്റങ്ങളും തുടക്കത്തിൽ പ്രയാസമേറിയതും മധ്യത്തിൽ കുഴഞ്ഞു മറിഞ്ഞതും എന്നാൽ അന്ത്യത്തിൽ ശാന്തവുമായിരിക്കും. അപ്പം മാറ്റത്തിനെ നമ്മൾ എന്ത് ചെയ്യണം? അക്സെപ്റ്റ് ചെയ്യണം. അക്സെപ്റ്റ് ചെയ്യുക. അവിടെ അക്സെപ്റ്റ് ചെയ്തിട്ട് എന്ത് ചെയ്യുക? ചേഞ്ച് ചെയ്ത് കൊണ്ടുവരിക. ഒരു കാര്യത്തിൽ സുബൈദ മാം പറയുന്ന ഒരു കാര്യത്തിൽ ശ്രദ്ധയില്ല, അത് കാരണം മനപ്രയാസമുണ്ട്. ഡോണ്ട് വറി, റീഡ് ആവണ്ട. ഇതായിരിക്കാം പ്രശ്നം. എംബ്രേസ് ചെയ്യണം, ചേഞ്ചസിനെ എംബ്രേസ് ചെയ്യണം. അതല്ലെങ്കിൽ നിങ്ങൾക്ക് എന്താ വെച്ചാൽ ട്രോമാസ് ഹീൽ ചെയ്യാനുണ്ടാവും. ആ ട്രോമാസ് ഹീൽ ചെയ്യാൻ വേണ്ടിയിട്ട് എത്തിയ പ്രോഗ്രാമിലേക്ക് വരും നമ്മുടെ. സോ അഡാപ്റ്റിംഗ് ടു ചേഞ്ച്, അതാണ് നമ്മുടെ അധികം ആൾക്കാരുടെയും മറ്റൊരു പ്രോബ്ലം. ഫേസിങ് അൺഎക്സ്പെക്ടഡ് ഒബ്സ്റ്റക്കിൾസ്, അല്ലേ? അതാണ് ഇതിൻ്റെ സൊല്യൂഷൻ. ദാറ്റ് ഡെവലപ്പ് ഫ്ലെക്സിബിലിറ്റി ആൻഡ് അഡാപ്റ്റ് ബൈ റെഗുലർലി റിവ്യൂവിങ് യുവർ ഗോൾസ് ആൻഡ് സ്ട്രാറ്റജീസ്. എന്ത് ചെയ്യണം? നമ്മൾ ഫ്ലെക്സിബിലിറ്റി ഡെവലപ്പ് ചെയ്യണം. എന്ത് ചെയ്യേണ്ടത്? ഫ്ലെക്സിബിലിറ്റി ഡെവലപ്പ് ചെയ്യുക. മനസ്സിലാവുന്നുണ്ടോ? വേറൊരാളും വന്നിട്ട് നമുക്കത് വേണ്ടിയിട്ട് ചെയ്തു തരില്ലേ. ഫ്ലെക്സിബിലിറ്റി ഡെവലപ്പ് ചെയ്യണം. നമ്മളൊന്ന് ഫ്ലെക്സിബിൾ ആണ്. പ്രയാസങ്ങൾ വരുമ്പോൾ അതിനോട് അഡാപ്റ്റ് ആവണം. ഇറ്റ്സ് ഓക്കെ, ഐ എം റെഡി ടു ഗോ ത്രൂ ദിസ്. ഞാൻ ഇങ്ങനെയൊക്കെ പോകേണ്ടി വരും, ഞാൻ ഇങ്ങനെയൊക്കെ ചെയ്യേണ്ടി വരും, എനിക്ക് ഇങ്ങനെയൊക്കെ ആവേണ്ടി വരും. എന്ത് തന്നെ ചെയ്യാൻ തയ്യാറാകുന്ന ഒരു മനസ്സ്, അതാണ് ഫ്ലെക്സിബിലിറ്റി. ഈ ഒരു ലക്ഷ്യം നേടാൻ വേണ്ടിയിട്ട് എന്തും ചെയ്യാൻ തയ്യാറാണ്, ഏത് രീതിയിലും ഞാൻ പ്രവർത്തിക്കാൻ തയ്യാറാണ്. ഇതിനർത്ഥം നമ്മൾ വാല്യൂ ഇല്ലാതെ പ്രവർത്തിക്കുക എന്നല്ല. അതായത് വളരെ ഹമ്പിളായിട്ട് പ്രവർത്തിക്കാൻ ഞാൻ തയ്യാറാണ്. വളരെ ഹമ്പിളായിട്ട് ഞാൻ പ്രവർത്തിക്കാൻ ഞാൻ തയ്യാറാണ്. വിനയത്തോടു കൂടിയിട്ട് ഏത് ചെറിയ ജോലിയും ചെയ്യാൻ ഞാൻ തയ്യാറാണ്. ഏത് ചെറിയ പണിയും ഞാൻ എടുക്കാൻ തയ്യാറാണ്. എത്ര എക്സ്ട്രാ അവേഴ്സ് ഞാൻ എടുക്കാനും തയ്യാറാണ്. നമ്മളൊരു എക്സ്ക്യൂസ് പറയാറില്ലേ, അതിന് ഇത്രയും പണിയെടുക്കേണ്ടി വരും, അതൊക്കെ എനിക്ക് ഈ പ്രായത്തിൽ നടക്കൂല. കംഫർട്ട് സോണാണ്. ഈ പ്രായത്തിൻ്റെ ഒരു കംഫർട്ട് സോണാണ്. ഈ പ്രായത്തിന് പറ്റിയ കുറച്ച് പണി ഈ പ്രായത്തിന് ചെയ്യാൻ പറ്റും. അങ്ങനെ സംഗതിയൊന്നുമില്ല. ഒരു പ്രളയം വന്നാൽ മതി, നിങ്ങൾക്ക് ഒരു പ്രായം ഒരു പ്രശ്നം ഉണ്ടാവില്ല. ശരിയല്ലേ? ഏത് പണിയെടുക്കും, എവിടെ വേണമെങ്കിലും താമസിക്കും. അല്ലെങ്കിൽ ഇപ്പൊ കാറിലേ സഞ്ചരിക്കൂ. അതിനിപ്പോൾ ഒരുപാട് ബസ്സിലൊക്കെ യാത്ര ചെയ്യണം, ട്രെയിനിലൊക്കെ യാത്ര ചെയ്യണം, അല്ലെങ്കിൽ എവിടേക്ക് പോകണം, കോഴിക്കോട് പോകണം, അല്ലെങ്കിൽ കൊച്ചിയിൽ പോകണം. അത്രയും ദൂരമുണ്ട്. അതൊന്നും ഇപ്പം നടക്കുന്ന കാര്യമല്ല. അതൊക്കെ ഇപ്പം ഞാൻ എത്ര ദിവസം ചെയ്യാം? ഈ രൂപത്തിൽ എക്സ്ക്യൂസസ് പറയും. അതിനൊക്കെ ഒരുപാട് പഠിക്കണം, അതിനൊക്കെ ഒരുപാട് കാര്യങ്ങൾ ചെയ്യണം. അതുകൊണ്ടല്ലേ സ്റ്റക്കായി പോയത്. അതൊരു പാറ്റേണായി മാറിയിട്ടുണ്ട്. ദാറ്റ് ബിക്കെയിം എ പാറ്റേൺ. ആ പാറ്റേൺ ബ്രേക്ക് ചെയ്യണം. കംഫർട്ട് സോൺ ഈസ് നത്തിങ് ബട്ട് എ പാറ്റേൺ. ബ്രേക്ക് ദ പാറ്റേൺ, get out, be flexible. ഫ്ലെക്സിബിലിറ്റി ഉണ്ടായേ പറ്റൂ. ഫ്ലെക്സിബിൾ ആയേ പറ്റൂ. ആൾക്കാരുടെ കൂടെ ചിലപ്പോൾ ഓക്കെ, അതിനിപ്പോൾ ഞാൻ അവരോടൊക്കെ സംസാരിക്കണം, ഇത് ഇത്രയും ആൾക്കാരെ മാനേജ് ചെയ്യണം, ഒരു ടീമിനെ ബിൽഡ് ചെയ്യാന്നൊക്കെ പറഞ്ഞാൽ വലിയ സ്ട്രെസ്സാണ്, ബുദ്ധിമുട്ടാണ്. റഷീദ് പറയും നല്ല അടി കിട്ടിയാലും മതി. അത്രേ ഉള്ളൂ, നല്ല അടി കിട്ടിയാലും മതി. ശരിയാണ്, ഫ്ലെക്സിബിലിറ്റി ഒക്കെ ഉണ്ടാവും. അപ്പോൾ നമ്മളുടെ ലൈഫിൽ നമുക്ക് എന്താ വെച്ചാൽ നല്ല പണി കിട്ടിയാലും മതി, അല്ലേ? അല്ലെ അടി കിട്ടാൻ ഉദ്ദേശിച്ച് നല്ല പണി കിട്ടുക, മൂക്ക് കുത്തി അങ്ങ് വീണോ അപ്പൊ അറിയാം. പിന്നെ എന്തിനും തയ്യാറാ. പഠിക്കണോ? ഒന്നിങ്ങന്ന് പഠിക്കാം, രണ്ടിങ്ങന്ന് പഠിക്കാം, സാറേ ഹെൽപ്പ് ചെയ്യണം സാർ, ഞാൻ എന്തിനും റെഡിയാക്കുന്നു. So be flexible. Be flexible.
അതൊറ്റ കാര്യം മാത്രമേ ഉള്ളൂ നമ്മുടെ എന്ന് വെച്ചാൽ പുതിയ ചേഞ്ചിലേക്ക് നമ്മൾ അഡാപ്റ്റ് ചെയ്യാൻ നമ്മൾക്ക് വേണ്ട ക്വാളിറ്റി. ആ ക്വാളിറ്റി നിങ്ങൾക്കുണ്ടോ? ഡെഫിനറ്റ്ലി. അപ്പൊ നമുക്കൊന്ന് എഴുതാം. ഒന്ന് എഴുതിയേ. എന്തെല്ലാം കാര്യത്തിലാണ് എഴുതിക്കും? ജക്കിയ പറയുന്നു ന്യൂ റുട്ടീൻ പ്ലാൻ ചെയ്തു അപ്ലൈ ചെയ്യാൻ പറ്റാതെ ബുദ്ധിമുട്ടി എങ്ങനെ ചെയ്യുമെന്ന് ആലോചിച്ചിരിക്കുവാണ്. അപ്പോഴാണ് ഈ സെഷൻ വരുന്നത്. അപ്പൊ കണ്ണു തുറക്കുക. വേറെ വഴിയൊന്നുമില്ല അല്ലേ? ഇനി എന്ത് ചെയ്യണം? അക്സെപ്റ്റ് ചെയ്യണം. എംബ്രേസ് ദാറ്റ്. അതിനെങ്ങനെ അക്സെപ്റ്റ് ചെയ്യാം? ഇറ്റ്സ് ഓക്കെ, ഇതെല്ലാം നല്ലതിനാണ്. ഐ ഹാവ് ടു ഡു ദിസ്. എനിക്കിത് ചെയ്തേ പറ്റൂ. ചെയ്യാൻ പ്രയാസമാണെന്ന് എനിക്കറിയാം. ആൻഡ് ദാറ്റ്സ് ഓക്കെ. ഞാൻ എങ്ങനെ ഇതിലൂടെ കടന്നു പോകുന്നത് എനിക്കറിയില്ല. ആൻഡ് ദാറ്റ്സ് ഓക്കെ. എംബ്രേസിങ് ദ ചേഞ്ച്. ന്യൂ റുട്ടീൻ. അപ്പൊ അതിൽ മിസ്റ്റേക്സുകൾ സംഭവിക്കും. ആൻഡ് ദാറ്റ്സ് ഓക്കെ. സാരമില്ല. ബി ജെനുവിൻ. യു ഡോണ്ട് നീഡ് ടു ബി പെർഫെക്റ്റ് ആവേണ്ട ആവശ്യമില്ല. ബി ജെനുവിൻ ആയാൽ മതി. ഇംപ്രൂവ്മെന്റ് മതി. എല്ലാം റെഡി ആയിക്കോളും. നമ്മളോട് എന്താ വെച്ചാൽ കമ്പാഷനേറ്റ് ആവണം. ബുദ്ധിമുട്ടുമ്പോഴൊക്കെ നമ്മൾ ചെയ്യുന്നത്, നമ്മൾ എന്തുകൊണ്ടാണ് ബുദ്ധിമുട്ടിലേക്ക് പോകുന്നത്, കൂടുതൽ പ്രയാസത്തിലേക്ക് പോകുന്നത്? നമ്മളോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന രീതി സോഫ്റ്റ് അല്ല, ഹാർഡാണ്, സ്നേഹത്തോടു കൂടിയല്ല. സോ ഓൾവേസ് ഇങ്ങനെ പറയും, നിങ്ങളുടെ മാറ്റത്തിന് വേണ്ടിയിട്ട് നിങ്ങൾ മാറുമ്പോൾ വേഗത കുറഞ്ഞാലും കുഴപ്പമില്ല. മാറ്റത്തിന് മാറാൻ വേണ്ടിയിട്ട് നിങ്ങൾ തയ്യാറാണല്ലോ. It doesn't matter how fast you go, or how fast or slow you go. It doesn't matter how fast or slow you go, as long as you are going the right way. ശരിയായ രീതിയിൽ നിങ്ങൾ പോകുന്നുണ്ട് എങ്കിൽ സ്പീഡ് കുറച്ച് കുറഞ്ഞാലും കുഴപ്പമില്ല. You are going in that right way, and that's enough. Sometimes slow is the new fast. കുറച്ച് സ്ലോയിൽ പോകുന്നതായിരിക്കാം ചിലപ്പോൾ ഫാസ്റ്റായിട്ട് പോകാൻ നിങ്ങളെ സഹായിക്കുന്നു. ബി ഇൻ ദ റൈറ്റ് ട്രാക്ക്. പതിയെ പിടിച്ചാൽ മതി. ദാറ്റ്സ് നഫ്. അപ്പോൾ ആ ഒരു ട്രാക്കിലൂടെ ഇങ്ങനെ പോകുമ്പോൾ കുറേ പ്രയാസങ്ങൾ, ബുദ്ധിമുട്ടുകൾ, ഡൗണായി, വിഷമിച്ച്, സങ്കടപ്പെട്ടതൊക്കെ ഉണ്ടാവും. ദാറ്റ്സ് ഓക്കെ. Get up and do it again. 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 One by one. Okay? You do it again and again. And that's how you do it. ഇത് നമുക്ക് ചെയ്യാൻ പറ്റും. We can do it. ആ ലെവലിലേക്ക് നമുക്ക് എന്ത് ചെയ്യണം? ഇറങ്ങിത്തിരിക്കണം. അതിനു വേണ്ടിയിട്ട് എന്ത് ചെയ്യുക? രണ്ടും കൽപ്പിച്ചിട്ട് ഇറങ്ങും. ക്ലിയർ ആണോ? സോ ബി ഫ്ലെക്സിബിൾ ആവുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ വേറെ വഴി. അടുത്ത പോയിന്റ് എന്താണ്? അടുത്ത പോയിന്റ് വരുന്നത് ബിൽഡ് റെസിലിയൻസ്. എന്ത് ചെയ്യണം? ബിൽഡ് ചെയ്യണം. എന്താ റെസിലിയൻസ്? ബൈ വ്യൂയിങ് ചേഞ്ച് ആസ് ആൻ ഓപ്പർച്യൂണിറ്റി ഫോർ ഗ്രോത്ത്. റെസിലിയൻസ് എന്ന് പറയുന്നത് പെയിനിലൂടെ കടന്നു പോകാനുള്ള നമ്മുടെ കരുത്തിനെ, നമ്മുടെ ഒരു പ്രതിരോധ ശക്തിയാണ് റെസിലിയൻസ്. സൂമിലേക്ക് ജോയിൻ ചെയ്യാൻ പറ്റുന്നില്ല എന്നാണ് പറഞ്ഞത്. ലിങ്ക് അയച്ചു കൊടുത്തോ ഫാത്തിമ? ഓക്കെ, ലിങ്ക് അയച്ചു കൊടുത്തോളൂ. ജോയിൻ ചെയ്യാൻ പറ്റുമല്ലോ, നോ ഇഷ്യൂ. സൂം ആപ്പ് അവർ ഇൻസ്റ്റാൾ ചെയ്യും, എന്നാലും അവർക്ക് ജോയിൻ ചെയ്യാൻ പറ്റുള്ളൂ. അത് ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ടോ എന്ന് ചോദിച്ചു നോക്കൂട്ടോ. ഓക്കെ, ഏറ്റവും പ്രധാനം മറ്റൊരു കാര്യം, നമുക്ക് നമ്മുടെ ഒരു ഫ്ലെക്സിബിലിറ്റി ഡെവലപ്പ് ചെയ്തെടുക്കണമെന്നുണ്ടെങ്കിൽ വേണ്ടത് എന്താണ്? റെസിലിയൻസ് ആണ്. ഞാൻ നേരത്തെ പറഞ്ഞ കാര്യം പ്രിപ്പയർ ചെയ്യുക. ഈ ഒരു ബുദ്ധിമുട്ട്, പ്രയാസം, നമ്മൾ ഈ ഗോളിന് വേണ്ടിയിട്ട് ഇറങ്ങിത്തിരിക്കുമ്പം ചില ഓബ്സ്റ്റക്കിൾസ്, ബുദ്ധിമുട്ടുകളൊക്കെ വരുമ്പം
നമ്മൾ ഡൗൺ ആയി പോകരുത്. നമ്മൾ മനസ്സിലാക്കേണ്ടത് അതൊരു ഫെമിലിയാരിറ്റി ബ്ലോക്കാണ്. എന്താണ് ഫെമിലിയാരിറ്റി ബ്ലോക്ക്? ഫെമിലിയാരിറ്റി ബ്ലോക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത്രയും കാലം ചെയ്യാത്തൊരു കാര്യം ചെയ്യുമ്പോൾ മൈൻഡിന് ഒരു ബ്ലോക്ക് വരും. മൈൻഡിന് ആ ഒരു കാര്യം അക്സെപ്റ്റ് ചെയ്യാൻ കഴിയില്ല. അതൊരു പ്രയാസമുള്ള കാര്യം. പരിചയമില്ലാത്ത ഏത് കാര്യവും മൈൻഡിന് കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും. പരിചയപ്പെടണം. ഇപ്പം എന്താ വേണ്ടത്? ഈ ചാലഞ്ചസ് വരുന്ന സമയത്ത് റെസിലിയൻസ് എന്ന് പറയുന്നത് എന്താണ്? സ്പെൻഡ് ഇനഫ് ടൈം, ദാറ്റ്സ് ഓൾ. ഇറങ്ങി പോരരുത്. സ്പെൻഡ് ഇനഫ് ടൈം, സ്പെൻഡ് ഇനഫ് ടൈം, സ്പെൻഡ് ഇനഫ് ടൈം, സ്പെൻഡ് ഇനഫ് ടൈം. Be with it, be with it, be with it, be with it, be with it. Sit with your problems, sit with your challenges, sit with your obstacles. ക്ഷമയോട് കൂടിയിട്ട്, ആ ജിമ്മിൽ പോകാൻ വേണ്ടിയിട്ട് ഇറങ്ങിത്തിരിക്കുമ്പോൾ പ്രയാസം ഉണ്ടാവാറുണ്ട് അല്ലേ? ക്ഷമയോട് കൂടിയിട്ട് ആ ഒരു പ്രോബ്ലത്തിന് അക്സെപ്റ്റ് ചെയ്തിട്ട് അവിടെ ഇരിക്കുക. സിറ്റ് വിത്ത് ദോസ് പ്രോബ്ലം. ഇറ്റ്സ് നോട്ട് ഈസി. അത് ഈസി ആയിരിക്കില്ല. ആൻഡ് ദാറ്റ്സ് ഓക്കെ. അപ്പൊ അതിൻ്റെ കൂടെ എന്ത് ചെയ്യണം? ആ പ്രോബ്ലത്തിൻ്റെ കൂടെ ഇനഫ് ടൈം സ്പെൻഡ് ചെയ്ത് കഴിഞ്ഞാൽ ആ പ്രോബ്ലം നിങ്ങൾക്ക് പരിചയമാകും. പരിചയമാകുമ്പോൾ അത് നിങ്ങളുടെ സുഹൃത്താകും. സുഹൃത്താകുമ്പോൾ നിങ്ങൾക്ക് അത് എളുപ്പമാകും. സുഹൃത്തിൻ്റെ കൂടെ യാത്ര ചെയ്യാൻ എളുപ്പമല്ലേ? പരിചയമില്ലാത്ത ഒരാളുടെ കൂടെ യാത്ര ചെയ്യാനല്ലേ പ്രയാസം? ശരിയല്ലേ? പരിചയമില്ലാത്തത് എന്തുകൊണ്ടാണ്? പരിചയപ്പെടാത്തത് കൊണ്ടാണ്. പരിചയപ്പെടാത്തത് കൊണ്ടാണ്. അപ്പൊ പരിചയപ്പെടണം. പരിചയപ്പെടാൻ കുറച്ച് സമയമൊക്കെ എടുക്കും. വിശേഷങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും ചോദിച്ചറിയണം. ഒരു ദിവസം കണ്ട്, 2 ദിവസം കണ്ട്, 3 ദിവസം കണ്ട്, 4 ദിവസം കണ്ട്, 5 ദിവസം കണ്ട്, 10 ദിവസം കണ്ട്, 15 ദിവസം കണ്ട്, 20 ദിവസം കണ്ട് അവ നന്നായിട്ട് പരിചയപ്പെട്ട് ഉഷാറായി ഓക്കെ സെറ്റായി. ആ പരിചയപ്പെടുന്നതിലൂടെ ആ ബ്ലോക്ക് അങ്ങ് മാറും. നല്ല കംഫർട്ട് സോണിലാണല്ലേ? പല ആൾക്കാരും കംഫർട്ട് സോണിലാണുള്ളത്. പല ആൾക്കാർ ഇപ്പോഴും എന്താ വെച്ചാൽ ഇന്ന് ഇരുന്ന് ഈ ക്ലാസ് കേട്ടെങ്കിൽ എന്നുള്ളത് മടിയാണ്. ഇവിടെ കണ്ടോ, നസ്രീൻ കേട്ടിരിക്കുന്നു, റഷീദ മാം കേട്ടിരിക്കുന്നു, ജോസഫ് സാർ കേട്ടിരിക്കുന്നു. ഇവിടെ വീഡിയോയിൽ വന്ന എല്ലാവരും ശ്രദ്ധിച്ചു നോക്കുക. അവരവരെ കംഫർട്ട് സോൺ ബ്രേക്ക് ചെയ്തവരാ. ഇവിടെ വീഡിയോയിൽ വരാത്ത ഒരുപാട് ആൾക്കാരുണ്ട്. എന്താ കാര്യം എന്നറിയും? കുറെ ആൾക്കാരൊക്കെ കിച്ചണിലാണെന്ന് വെക്കാം. പക്ഷെ കുറെ ആൾക്കാർ എന്താ വെച്ചാൽ കിച്ചണിലൊന്നുമല്ല, ബെഡിൽ തന്നെയാണ്. അവിടെ കിടന്ന് കേൾക്കുകയാണ്. ക്ലാസ് കേൾക്കണം, എല്ലാം കിട്ടണം. പക്ഷെ എന്നാലും എനിക്ക് എൻ്റെ കംഫർട്ട് സോൺ ബ്രേക്ക് ചെയ്യാൻ വയ്യ. Many people are there. So, like, get out from your comfort zone and just face it. Sit with your problems. എന്നിട്ട് ആ പാറ്റേൺ ബ്രേക്ക് ചെയ്യും. ആ പാറ്റേൺ ബ്രേക്ക് ചെയ്യും. ഇപ്പൊ ആ കടന്ന് കേൾക്കുന്ന ഒരു സ്വഭാവം ഉണ്ടല്ലോ, അതങ്ങ് മാറ്റി വെക്കുക. എണീറ്റ് ഇരുന്നിട്ട് ലൈറ്റ് ഇട്ടിട്ട് ഒരു ടേബിളിന്റെ മുമ്പിൽ ഇരുന്നിട്ട് അങ്ങോട്ട് കേൾക്കും. എന്തിന് കിടന്ന് കേൾക്കണം? എന്തിന് നിങ്ങളുടെ ശരീരത്തിന്റെ വീണ്ടും ആ കംഫർട്ട് സോണിലേക്ക് നിങ്ങൾ എന്ത് ചെയ്യണം? പറഞ്ഞയക്കണം. അതിനനുവദിക്കണം. നിങ്ങൾ വീണ്ടും കൂടുതൽ നിങ്ങളുടെ ശരീരത്തോട് പറയാണ്, ഓക്കെ, ഞാൻ എന്താണ്? നിങ്ങൾ വീണ്ടും ശരീരത്തോട് പറയണം, എനിക്ക് ഇത്രേ പറ്റുള്ളൂ, എനിക്ക് ഇങ്ങനെ പറ്റുള്ളൂ, മറ്റത് പ്രയാസമാണ്, അതിന് ഞാൻ ഒരു ടേബിൾ കണ്ടെത്തണം, അതിന് ഞാൻ കുളിച്ച് ഫ്രഷ് ആവണം, അതിന് ഞാൻ നല്ല ഡ്രസ്സ് ധരിക്കണം, അതിന് വേണ്ടിയിട്ട് അതിനേക്കാളുള്ള സുഖം ഇതല്ലേ? ജസ്റ്റ് കിടന്നങ്ങ് കേട്ടോ, കിടന്ന് മെഡിറ്റേഷൻ ചെയ്യുക, കിടന്ന് കേൾക്കുക. ലൈക്ക് എന്തിനാണ് ഇത്രയും കംഫർട്ട് സോണിനോട് ഇഷ്ടപ്പെടുന്നത്? ഒരിക്കലും പറയരുത്. പറയേണ്ടത് എന്താണ്? എനിക്ക് അധ്വാനിച്ചിട്ട് കിട്ടിയാൽ മതി, എനിക്ക് കുറച്ച് എന്താ വെച്ചാൽ ഹാർഡ് വർക്ക് ചെയ്തിട്ട് എഫേർട്ട് ഇട്ടിട്ട് കിട്ടിയാൽ മതി. ഒരിക്കലും ഈസി ആയിട്ടുള്ള റിസൾട്ട് വേണമെന്നുള്ള തിങ്കിങ് ഒഴിവാക്കുക. ടേക്ക് ഇറ്റ് ഔട്ട് ഫ്രം യുവർ മൈൻഡ്. എഫേർട്ട് ഇട്ടിട്ടുള്ള റിസൾട്ട് കിട്ടിയാൽ മതി. ആ റിസൾട്ടിനാണ് മധുരമുള്ളത്. കുറച്ച് ഹാർഡ് ആയിക്കോട്ടെ, കുറച്ച് എഫേർട്ട് ഉണ്ടായിക്കോട്ടെ, ദാറ്റ് വിൽ ചേഞ്ച് മീ, ദാറ്റ് വിൽ ഹെൽപ്പ് മീ ടു ഗ്രോ ആൻഡ് ദാറ്റ് വിൽ ഹെൽപ്പ് മീ ടു ബിക്കം എ ബെറ്റർ പേഴ്സൺ. എൻ്റെ റെസിലിയൻസ് എന്ന് പറയുന്ന മസിൽ ബിൽഡ് ചെയ്യാൻ അത് സഹായിക്കും. വി ഹാവ് എൻ ഇമോഷണൽ മസിൽ വിച്ച് ഇസ് കോൾഡ് റെസിലിയൻസ്. അപ്പോൾ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾ എന്ത് ചെയ്യുക? നല്ല രീതിയിലേക്ക് അത് ബിൽഡ് ചെയ്ത് കൊണ്ടുവരിക. ആ റെസിലിയൻസ് ബിൽഡ് ചെയ്യണമെന്ന് എങ്ങനെയാണ്? സിറ്റ് വിത്ത് യുവർ പ്രോബ്ലംസ്, ബി ഫെമിലിയർ വിത്ത് യുവർ പ്രോബ്ലംസ്. പരിചയപ്പെടണം. പരിചയമില്ലാത്തത് കൊണ്ട് അല്ലെ? ഏതൊരു പുതിയൊരു കാർ നിങ്ങൾ ഡ്രൈവ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്, പുതിയ കാർ ഡ്രൈവ് ചെയ്തുകൊണ്ട് അല്ലെങ്കിൽ ഒരു പുതിയ സ്ഥലത്തേക്ക് നിങ്ങൾ എത്തി. ഫോർ എക്സാമ്പിൾ, ഇതുവരെ ദുബൈയിലേക്ക് പോകാത്ത ഒരാൾ ദുബൈയിലേക്ക് ചെന്നു. അവിടെ ചെന്നിറങ്ങുമ്പോൾ ഓട്ടോമാറ്റിക്കലി അവിടുത്തെ ട്രാഫിക് സിഗ്നൽസ്, സംഗതികൾ, റോഡിലൂടെ പോകുന്നത്, സാധനം വാങ്ങിക്കുന്നത്, ഇതൊക്കെ ബുദ്ധിമുട്ടായിരിക്കും. റൈറ്റ്?
ഞാൻ എവിടെ പോകും, എങ്ങനെ പോകും, എന്ത് ചെയ്യും, മെട്രോയിൽ എങ്ങനെ കയറും, എങ്ങനെ കാര്യങ്ങൾ ചെയ്തൊന്നും അറിയില്ല. ഭയങ്കര ഡിഫിക്കൽട്ടി ഫീൽ ചെയ്യും. അപ്പൊ എന്താ വഴി? ഓൾറെഡി പോയ പരിചയമുള്ള ഒരാളുടെ കൂടെ കൂടി കഴിഞ്ഞാൽ അയാളെ ഹെൽപ്പ് ചെയ്യും. അവിടെയാണ് എന്ത് വെച്ചാൽ ഏതൊരു കാര്യത്തിനും പുതിയ ചേഞ്ച് വരുന്നിടത്ത് നമ്മൾ ഗെറ്റ് ഹെൽപ്പ് എന്ന് പറയുന്നത്. നമ്മൾ ഇതിനു മുൻപ് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. 6-ാമത്തെ 7-ാമത്തെ പോയിന്റ് അതായിരുന്നു, ഗെറ്റിംഗ് ഹെൽപ്പ്. ഇന്ന് 10-ാമത്തെ പോയിന്റാണ്. അപ്പൊ ഹെൽപ്പ് നമ്മൾ തേടുന്നത് പോലെ നമ്മൾ എന്ത് പരിചയമുള്ള ആൾക്കാരുടെ, അല്ലെങ്കിൽ ആ ഒരു സിറ്റ് വിത്ത് ദാറ്റ് പ്രോബ്ലം, ആ പ്രോബ്ലത്തെ ഫേസ് ചെയ്യണം. ഇനിയിപ്പോൾ ആരും പരിചയമില്ല എങ്കിൽ പോലും എന്ത് ചെയ്യും? ദുബായിൽ പോയി ആദ്യം ഒരു എന്താ പറയുക, ഒരു കഫേയിൽ പോകും, അല്ലെങ്കിൽ ഒരു ചെറിയ സ്റ്റോറിൽ പോയിട്ട് സാധനം വാങ്ങാൻ പഠിക്കും. അത് കഴിഞ്ഞതിന് ശേഷം അടുത്തതിലേക്ക് പോകും. ആൾക്കാർ മറ്റുള്ളവർ എങ്ങനെയാണ് നോക്കുന്നത്. 3, 4, 5 ദിവസം, ഒരു 10-20 ദിവസം കഴിയുമ്പോൾ നമ്മളത് ഓക്കെ ആവും. യെസ് ഓർ നോ? യെസ്, അത് ഓക്കെ. എന്നതുപോലെ തന്നെയാണ് എനി ന്യൂ ചലഞ്ച്, എനി ന്യൂ adapting process. It may take few, like 1 or 2 weeks. Be ready to go through that. So it might be your problem. നിങ്ങളുടെ പ്രോബ്ലം ചിലപ്പോൾ ഇതായിരിക്കാം. എന്താ ഈ പറഞ്ഞിരിക്കുന്ന രീതിയിൽ ചേഞ്ചിനെ അഡാപ്റ്റ് ചെയ്യാൻ നിങ്ങൾ തയ്യാറല്ല എന്നുള്ളതായിരിക്കും. സോ വാട്ട് ഈസ് യുവർ ഇഷ്യൂ? ഒന്ന് എഴുതിയോ, ഒന്ന് കമന്റ് ചെയ്തേ. കമന്റ് ആണ്, കമന്റ് ചെയ്യല്ല, എഴുതുക. നിങ്ങളുടെ നോട്ട് പാഡിൽ എഴുതിക്കോളൂ. ഇപ്പോൾ ബെഡിൽ കിടന്ന് കേൾക്കുന്ന ആൾക്കാർക്കൊന്നും എഴുതാനുണ്ടാവില്ല, എനിക്കറിയാം. ദാറ്റ്സ് ഓക്കെ. നിങ്ങൾ അവിടെ കിടന്നോളൂ കേട്ടോ. അവിടെ തന്നെ കിടന്നോളൂ. ജസ്റ്റ് സ്റ്റേ ദിയർ. ഓക്കെ? സുഖിച്ച് ഒരു ദിവസം അങ്ങോട്ട് തീരും. അത്രേ ഉള്ളൂ, വേറെ മാറ്റമൊന്നും ഉണ്ടാവില്ല. Or if you want to change, get up from that bed, take a notepad and pen, and then write down. എഴുതേണ്ട ചോദ്യം ഇതാണ്: ഏത് ചേഞ്ചിനെയാണ് ഞാൻ ഭയപ്പെടുന്നത്? എൻ്റെ ലൈഫിൽ ഗോൾ അച്ചീവ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇറങ്ങിത്തിരിക്കുമ്പോൾ ഏത് മാറ്റങ്ങളെയാണ് ഞാൻ ഭയപ്പെടുന്നത്? എഴുതിക്കോളൂ. വാട്ട് ആർ ദ ചേഞ്ചസ് ഐ ആം സോ സ്കെയർഡ് ഓഫ്? ഏത് ചേഞ്ചിനെയാണ് ഞാൻ ഭയപ്പെടുന്നത്? ഒന്ന് എഴുതിയേ. ഐ വിൽ ഗിവ് യു 5 minutes. എന്തെല്ലാം മാറ്റങ്ങളെ ഞാൻ ഭയപ്പെടുന്നു? അതായത് ഈ ഒരു ഗോള്, ലക്ഷ്യം ഞാൻ സെറ്റ് ചെയ്തിട്ട് ഇറങ്ങിത്തിരിക്കുമ്പോൾ ഏത് ചേഞ്ചിനെയാണ് ഞാൻ ഭയപ്പെടുന്നത്? എന്തെല്ലാം മാറ്റങ്ങളെ ഞാൻ ഭയപ്പെടുന്നു? ഉണ്ടാകും. ഒന്ന് ചിന്തിച്ചാലോചിച്ച് എഴുതിയാൽ മതി. അത് എഴുതിയാൽ ഉത്തരം കിട്ടും. പബ്ലിക് സ്പീക്കിംഗ് സ്കിൽസിന് ഞാൻ ഭയപ്പെടുന്നു. സനൽജിത്ത് ഇവിടെ കമന്റ് ആയിട്ട് എഴുതണ്ട, ബുക്കിൽ എഴുതും. ഏത് മാറ്റത്തെ ഞാൻ ഭയപ്പെടുന്നു? ചെറിയൊരു എക്സാമ്പിൾ വെച്ചിട്ട് പറയാമോ? ഓക്കെ, ഫോർ എക്സാമ്പിൾ, നിങ്ങൾക്ക് ഓക്കെ, നിങ്ങളിപ്പോൾ ഒരു ഇൻസ്റ്റഗ്രാമിൽ ഒരു പേജ് തുടങ്ങി, അതിൽ നിങ്ങൾക്ക് ഫോളോവേഴ്സിനെ ക്രിയേറ്റ് ചെയ്യണം. നിങ്ങളൊരു ട്രെയിനർ ആണെന്ന് വിചാരിച്ചോളൂ. ഓക്കെ, അപ്പൊ നിങ്ങൾക്ക് തോന്നുകയാണ് എന്താ വെച്ചാൽ, അതിനിപ്പോൾ എല്ലാ ദിവസവും വീഡിയോ ഇടണം. ആ ഒരു പേടിയുണ്ടല്ലോ, അതൊരു മാറ്റമാണ്. അപ്പൊ അതിനെഴുതിക്കോ, എല്ലാ ദിവസവും വീഡിയോ ഇടേണ്ടി വരും എന്ന ഭയം. ഒരു എക്സാമ്പിൾ. അല്ലെങ്കിൽ അതിന് വേണ്ടിയിട്ട് ഷൂട്ട് ചെയ്യണം, എഡിറ്റ് ചെയ്യണം, അതിങ്ങനെ ചെയ്യണം, അതത്രയും ഭംഗി വേണം, ഇങ്ങനെയുള്ള കുറേ ചിന്തകളുണ്ട്. നിങ്ങളെ ലിമിറ്റ് ചെയ്ത് നിങ്ങൾ ആക്ഷൻ എടുക്കാതെ ഇങ്ങനെ മടുപ്പിച്ച് നിൽക്കുന്ന ചിന്തകൾ എല്ലാവർക്കും ഉണ്ട്. എന്താണ്? ഒരു കട തുടങ്ങണം, ബിസിനസ് തുടങ്ങണം, പക്ഷെ അതിന് പൈസ വേണം. അപ്പോൾ ആ പൈസയ്ക്ക് വേണ്ടിയിട്ട് ഞാൻ ഇങ്ങനെ ചെയ്യണം, ഞാൻ ആൾക്കാരോട് കടം ചോദിക്കേണ്ടി വരും, അല്ലെങ്കിൽ ലോൺ എടുക്കേണ്ടി വരും, അതൊക്കെ ബുദ്ധിമുട്ടാണ്. അങ്ങനെ ചിന്തിക്കുന്ന കാര്യം. വാട്ട് ആർ ദ ചലഞ്ചസ് ദാറ്റ് യു ആർ ഗോയിങ് ഓർ ഫേസിങ്? നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾ ഫേസ് ചെയ്യുന്ന ചലഞ്ചസ്. വാട്ട് ആർ ദ ചലഞ്ചസ്? നിങ്ങൾ ഭയപ്പെടുന്ന കാര്യങ്ങൾ.
നിങ്ങളുടെ ലക്ഷ്യത്തിലേക്ക് വേണ്ടിയിട്ട് ഇറങ്ങിത്തിരിക്കുമ്പോൾ ഭയപ്പെടുന്നത്? നിങ്ങൾ നിങ്ങളോട് പറയുന്ന ചില എഴുതിക്കോ, എല്ലാവരും എഴുതി കഴിഞ്ഞിട്ട് അടുത്ത ക്വസ്റ്റ്യൻസ് തരാം. What are the obstacles that I am not ready to adapt? ഇതാണ് നമ്മളിപ്പോൾ എഴുതിയത് കേട്ടോ. What are the changes or obstacles? പുതിയ വരുന്ന മാറ്റങ്ങൾ. നമ്മുടെ ലൈഫ് സ്റ്റൈലിൽ കുറച്ച് മാറ്റങ്ങൾ വരുത്തേണ്ടി വരും അല്ലേ? വായിക്കേണ്ടി വരും. ഇനിയിപ്പോൾ എല്ലാ ദിവസവും ഇരുന്ന് വായിക്കണ്ടേ? അത് ആലോചിച്ചൂടാ. എല്ലാ ദിവസവും ഇരുന്നിട്ട് ഹോംവർക്ക് ചെയ്യേണ്ടി വരും. അത് ഹെവിയാണ് അല്ലെ? കുട്ടികളെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് എല്ലാ ദിവസവും ഞാൻ ഇനി മക്കളുടെ കാര്യത്തിൽ ഇന്ന കാര്യം ചെയ്യേണ്ടി വരും. സോ ഐ എം നോട്ട് റെഡി ടു ഡു ദാറ്റ്. What are the changes or obstacles, challenges? ഏതൊക്കെ ചാലഞ്ചസിനെയാണ് നിങ്ങൾ അഡാപ്റ്റ് ചെയ്യാൻ തയ്യാറുള്ളത്? എഴുതി കഴിഞ്ഞാൽ ഡൺ എന്ന് കമന്റ് ചെയ്യാം. കമന്റ് ഡൺ. ഇത് ഐഡന്റിഫൈ ചെയ്യണം കേട്ടോ. ഇനി എന്തെങ്കിലും ഉണ്ടെങ്കിൽ എന്ത് ചെയ്യണം? ഐഡന്റിഫൈ ചെയ്യണം. നെക്സ്റ്റ് വരുന്നത് what emotion comes when I am thinking about it? എന്ത് ഇമോഷനാണ് എനിക്ക് വരുന്നത്? What emotion comes when I am thinking about it? അതിനെക്കുറിച്ച് ആലോചിക്കുമ്പോൾ എന്ത് ഇമോഷൻ? ഫിയർ ആണോ വരുന്നത്? സ്ട്രെസ് ആണോ വരുന്നത്? ഓവർവെൽമിങ് എക്സ്പീരിയൻസ് ആണോ? ആങ്സൈറ്റി ആണോ? What emotion that comes when I am thinking about it? ഈ വരുന്ന ഇമോഷന് അത് എഴുതാട്ടോ. ഇമോഷൻ ഏതാ? വാട്ട് ഇമോഷൻ കംസ് വെൻ ഐ ആം തിങ്കിങ് അബൌട്ട് ദ ചലഞ്ച്? ആ ചലഞ്ച് ഫേസ് ചെയ്യുന്നതിനെ കുറിച്ച് ചിന്തിക്കുമ്പോൾ എനിക്ക് വരുന്ന വികാരം എന്താണ്? ഫീലിംഗ് എന്താണ്? എന്താണ് നിങ്ങൾക്ക് ഫീൽ ചെയ്യുന്നത്? അത് EFT പഠിച്ച ആൾക്കാർക്ക് എന്ത് ചെയ്യാം? അറിയാം ആ ഇമോഷൻസിനെ എങ്ങനെ പ്രോസസ് ചെയ്യണം. ഇല്ലാത്തവർ എന്ത് ചെയ്യണം? കോഴ്സിലേക്ക് വരെ പഠിക്കുക. ഓക്കെ, എന്നിട്ട് എന്ത് ചെയ്യണം? ആ ഇമോഷനെ പ്രോസസ് ചെയ്യണം. ഓക്കെ, ഇമോഷൻ എഴുതി വെക്കുക. അടുത്തത് എന്താണ്? അടുത്ത ക്വസ്റ്റ്യൻ എഴുതിക്കുള്ളൂ. അടുത്ത ക്വസ്റ്റ്യൻ, ഹൗ ഐ ആം ഗോയിങ് ടു എംബ്രേസ് ദിസ് ഒബ്സ്റ്റക്കിൾ? ഈ ഒബ്സ്റ്റക്കിളിനെ ഞാൻ എങ്ങനെ എംബ്രേസ് ചെയ്യും? ബ്രാക്കറ്റിൽ എഴുതിക്കോ, സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ്. ഹൗ ഐ ആം ഗോയിങ് ടു എംബ്രേസ് ദിസ് ഒബ്സ്റ്റക്കിൾ, സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ്. സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് ഞാൻ എങ്ങനെയാണ്
ഈ ഒരു ഒബ്സ്റ്റക്കിളിനെ, ഈ ഒരു തടസ്സത്തെ എംബ്രേസ് ചെയ്യുന്നത്. എംബ്രേസ് ചെയ്യാന്ന് പറഞ്ഞാൽ എന്താ? സ്വീകരിക്കുന്നത്, അതിനെ അക്സെപ്റ്റ് ചെയ്യുന്നത്. ഈ പ്രശ്നത്തെ ഞാൻ എങ്ങനെയാണ് അക്സെപ്റ്റ് ചെയ്യുക? എങ്ങനെയാണ് ഞാൻ അതിന് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ഞാൻ അതിന് ഇപ്പം ഇങ്ങനെ ചെയ്യുമ്പോൾ ഇങ്ങനെ കാര്യമുണ്ടെങ്കിൽ അത് പ്രശ്നമല്ല. അതിൻ്റെ ഒരു ന്യായീകരണം, നിങ്ങൾ എങ്ങനെ അത് അക്സെപ്റ്റ് ചെയ്യുന്നുള്ള ന്യായീകരണം എഴുതണം. ന്യായീകരണം എന്നല്ല, അതിനുള്ളൊരു വഴി എഴുതണം. എന്തുകൊണ്ട്? അടുത്ത എഴുതിക്കോ. വൈ ഷുഡ് ഐ എംബ്രേസ് ദിസ് ചാലഞ്ച്? ഈ ചലഞ്ചിനെ ഞാൻ എന്തുകൊണ്ട് എംബ്രേസ് ചെയ്യുന്നു? വൈ ഷുഡ് ഐ എംബ്രേസ് ദിസ് ചാലഞ്ച്? അടുത്ത ക്വസ്റ്റ്യൻ എഴുതിക്കോ. വാട്ട് ഹാപ്പൻസ് ഇഫ് ഐ ഡോണ്ട് എംബ്രേസ് ദിസ് ചലഞ്ച്? ഈ ചലഞ്ചിനെ എംബ്രേസ് ചെയ്തില്ലെങ്കിൽ വാട്ട് ഹാപ്പൻസ്? വാട്ട് ഹാപ്പൻസ് ഇഫ് ഐ ഡോണ്ട് embrace this challenge? ഓക്കെ, എഴുതിയോ? ഇത്രയും ചോദ്യങ്ങൾക്കുള്ള ഉത്തരം എഴുതൂ. ശരത് ഒരു മ്യൂസിക് പ്ലേ ചെയ്യാം. 5 minutes ഞാൻ ടൈം തരാം. ഓക്കെ, ഇത്രയും ക്വസ്റ്റ്യൻസിന് വ്യക്തമായിട്ട് ഉത്തരം എഴുതൂ കേട്ടോ. ഒന്ന് വിശദീകരിച്ചു എഴുതൂ. ഇതൊരു എക്സസൈസ് ആണ്, ഇരുന്ന് എഴുതാം. ശരത് അറിയത്? ലാസ്റ്റ് ക്വസ്റ്റ്യൻ, വാട്ട് ഹാപ്പൻസ് ഇഫ് ഐ ഡോണ്ട് എംബ്രേസ് ദിസ് ചാലഞ്ച്? ഈ ഒരു പ്രശ്നത്തെ ഞാൻ സ്വീകരിച്ചില്ലെങ്കിൽ എനിക്ക് എന്ത് സംഭവിക്കും? ഈ ചലഞ്ചുകൾ ഞാൻ സ്വീകരിച്ചിട്ടില്ലെങ്കിൽ, അതിനെ എംബ്രേസ് ചെയ്തില്ലെങ്കിൽ, അതിനെ മറികടക്കാൻ വേണ്ടിയിട്ട് ഞാൻ റെസിലിയൻസ് ബിൽഡ് ചെയ്തിട്ടില്ലെങ്കിൽ എനിക്ക് എന്ത് സംഭവിക്കും?
ഓക്കെ, എഴുതി കഴിഞ്ഞോ? കഴിഞ്ഞവരെന്ത് ചെയ്യാട്ടാണെന്ന് കമന്റ് ചെയ്യും. ഓക്കെ, റെഡി? എന്താണ് ഫീൽ ചെയ്തിട്ടുള്ളത്? ഫീലിംഗ് ഒന്ന് പറയും. വാട്ട് ഈസ് യുവർ ഫീലിംഗ്? ഇപ്പൊ ഇത് ചെയ്തതിന് ശേഷം ഒരു എക്സസൈസ് ചെയ്തപ്പോൾ എന്ത് മനസ്സിലായി? What is your feeling? Linda, baby, can you share? What is your feeling? ഇത് എഴുതി കഴിഞ്ഞതിന് ശേഷം what is your feeling? Yeah. ഒന്ന് അൺമ്യൂട്ട് ചെയ്തോളൂ. അൺമ്യൂട്ട് ചെയ്ത് ശരത്ത് ഒന്ന് അൺമ്യൂട്ട് ഉള്ള ഓപ്ഷൻ സെറ്റ് ചെയ്യാം. ഓക്കെ, അൺമ്യൂട്ട് ഉള്ള ഓപ്ഷൻ സെറ്റ് ചെയ്തിട്ടുണ്ട്. പറഞ്ഞോളൂ. ഇനി അൺമ്യൂട്ട് ചെയ്ത് ലിൻഡ പറഞ്ഞോളൂ. വാട്ട് ഈസ് യുവർ ഫീലിംഗ്? അൺമ്യൂട്ട് ചെയ്യണം, അൺമ്യൂട്ട് ചെയ്തിട്ടില്ല. ഓക്കെ, കേൾക്കുന്നില്ലല്ലോ. കേൾക്കുന്നുണ്ടോ? അൺമ്യൂട്ട് ആയിട്ടില്ല. ആ മൈക്കിലൊന്ന് പ്രസ് ചെയ്തിട്ട് അൺമ്യൂട്ട് ചെയ്യാം. ഓക്കെ, യെസ് പറഞ്ഞോളൂ. ഒരു പോസിറ്റീവ് മൈൻഡ് കിട്ടി. അത് എഴുതിപ്പോ. ഓക്കെ, പോസിറ്റീവ് മൈൻഡ് കിട്ടി. എന്തായിരുന്നു ഇതിന് മുൻപത്തെ ഒരു അവസ്ഥ? ഭയങ്കര ടെൻഷനായിരുന്നു. ഭയങ്കര എന്താ പറയാ, രാത്രി ഉറങ്ങാൻ പറ്റില്ല. അങ്ങനെ ഒരു ഇതായിരുന്നു. ഞാനിപ്പോ 2-3 ദിവസമായിട്ടുള്ളൂ സാറിന്റെ ക്ലാസ് കേൾക്കാൻ തുടങ്ങിയിട്ട്. ഓക്കെ, ഇന്നാണ് വീഡിയോ വന്നത്. ഓക്കെ, അപ്പൊ ഒരു മനസ്സമാധാനം കിട്ടിയ പോലെ ഉണ്ട്. മനസ്സിന് സമാധാനം കിട്ടിയ പോലെ ഉണ്ട്. അതായത് കുറച്ചുകൂടി ഒരു ക്ലാരിറ്റി വന്നിട്ടുണ്ട്. ഇത്രയും ദിവസം എന്താ സംഭവിച്ചെന്ന് വെച്ചാൽ നമ്മുടെ ഓരോ നമ്മുടെ മൈൻഡിന്റെ പ്രത്യേകത ഞാൻ എപ്പോഴും പറയുന്നതാണ്. മൈൻഡ് മെസ്സായി കിടന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ ഉത്തരങ്ങൾ കിട്ടിയില്ലെങ്കിൽ മനസ്സ് വിഷമിക്കും. മനസ്സ് വിഷമിച്ചാൽ നമ്മളെ അസ്വസ്ഥനാക്കിക്കൊണ്ടിരിക്കും, നമ്മളെ വീക്കാക്കിക്കൊണ്ടിരിക്കും. മൈൻഡിന് ക്ലാരിറ്റി വേണം. ക്ലാരിറ്റി ഇസ് ദ പവർ. എങ്ങനെ ചെയ്യണം എന്നുള്ള ക്ലാരിറ്റി വേണം മൈൻഡ്. ഭയങ്കര തലവേദന, 2-3 കുറച്ച് ദിവസമായിട്ട് ഭയങ്കര തലവേദനയും ഭയങ്കര ടെൻഷനും. എന്താ പറയാ, ഉറങ്ങാൻ പറ്റേയില്ല. അങ്ങനത്തെ ഭയങ്കര ഒരു അവസ്ഥ. ഇപ്പൊ കുറച്ചൊരു സമാധാനം കിട്ടിയിട്ടുണ്ട്. കുറച്ച് സമാധാനം കിട്ടിയിട്ടുണ്ട്. പക്ഷെ നിങ്ങൾ വേണ്ടത് എന്താണെന്ന് വെച്ചാൽ നമ്മുടെ പറ്റുമെങ്കിൽ എന്ത് ചെയ്യാം, നമ്മുടെ 23-ാം തീയതി നടക്കുന്ന ഒരു ബാച്ച് ഉണ്ട്, പ്രോഗ്രാമുണ്ട്. ആ പ്രോഗ്രാമിലേക്ക് വരിക. ബിക്കോസ് ദാറ്റ് വിൽ ഹെൽപ്പ് യു എ ലോട്ട്. ഓൾറെഡി ഇവിടെ അറ്റൻഡ് ചെയ്തിട്ടുള്ള പല ആൾക്കാരുണ്ട്. അവർക്കൊക്കെ അവരുടെ എക്സ്പീരിയൻസുകളൊക്കെ നിങ്ങൾ കേൾക്കാം. നസ്രീൻ ആയിക്കോട്ടെ, അല്ലെങ്കിൽ ഇവരൊക്കെ പറയുന്നതാണ്, സജീറ, ജോസഫ് സാർ, ഇവരൊക്കെ അറ്റൻഡ് ചെയ്ത ആൾക്കാരാണ്. നിങ്ങൾ എന്ത് ചെയ്യാൻ പറ്റുമെങ്കിൽ എന്താ വെച്ചാൽ പ്രോഗ്രാമിലേക്ക് വരിക, കമൻ അറ്റൻഡ്. ഒരുപാട് ആൾക്കാർ രജിസ്റ്റർ ചെയ്തിട്ടുമുണ്ട്. അപ്പോൾ നിങ്ങൾ എന്താ വെച്ചാൽ അതിലേക്ക് വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ നോ ഡൗട്ട് അബൌട്ട് ദാറ്റ്. നിങ്ങളുടെ ഗ്രൂപ്പ് നമ്പർ ഏതാണ്? ഏത് ഗ്രൂപ്പിലാണ് ജോയിൻ ചെയ്തിരിക്കുന്നത് അറിയോ? ഇൻസ്പേസ് അക്കാഡമിയുടെ. ഇറ്റ്സ് ഓക്കെ, നോ പ്രോബ്ലം. ഇറ്റ്സ് ഓക്കെ, നോ ഇഷ്യൂ. അപ്പം ഇപ്പൊ തന്നെ എഴുതിയപ്പോൾ കുറച്ച് സമാധാനം കിട്ടുന്നുണ്ട്, ഒരു കോൺഫിഡൻസ് കിട്ടുന്നുണ്ട്, ഒരു ക്ലാരിറ്റി കിട്ടുന്നുണ്ട് അല്ലേ? ഈ ക്ലാരിറ്റി തന്നെ ഇത് ബേസ് ചെയ്തിട്ട് എന്ത് ചെയ്യണം, ഒരു പ്ലാൻ ഉണ്ടാക്കിട്ട്. അപ്പൊ കഴിഞ്ഞ ദിവസം അറ്റൻഡ് ചെയ്തിരുന്നല്ലോ സെഷൻ അല്ലേ? ഇന്നലെ അറ്റൻഡ് ചെയ്യാൻ പറ്റിയില്ല. എനിക്ക് പുറത്തൊക്കെ പോകേണ്ടി വരും രാവിലെ തന്നെ. ഓരോ വർക്ക് ചെയ്യുന്നില്ല, പക്ഷേ ചേട്ടന്റെ കൂടെ ഓരോ കാര്യങ്ങൾക്ക് വേണ്ടി പോകും ഞാൻ പുറത്തേക്ക്. അപ്പൊ എനിക്ക് ഈ സമയത്ത് ചിലപ്പോൾ കേൾക്കാൻ പറ്റിയിട്ടില്ല. അങ്ങനെ ഇന്നലെ നമ്മളൊരു സെഷൻ അറ്റൻഡ് ചെയ്തിരുന്നു. അതില് ഡിസ്ട്രാക്ഷനെ കുറിച്ച് സംസാരിച്ചു. അതിന് മുൻപത്തെ സെഷൻ പേഷ്യൻസ്. ഇത് 2 സെഷൻസും നിങ്ങൾക്ക് ഉപകാരപ്പെടുന്ന സെഷൻസ് ആണ്. ഒന്ന് ശരിക്കും അറ്റൻഡ് ചെയ്ത് നോക്കുക.
അതൊന്നും കൂടെ അറ്റൻഡ് ചെയ്തിട്ട് അതിലും ഇതേപോലെ എക്സസൈസുകൾ നൽകുന്നുണ്ട്. എക്സസൈസുകൾ നൽകുമ്പോൾ കറക്റ്റായിട്ട് നിങ്ങളെന്ന് വെച്ചാൽ അതൊന്ന് പ്രോപ്പറായിട്ട് ചെയ്ത് കഴിഞ്ഞാൽ യു വിൽ ഹാവ് എ ക്ലാരിറ്റി. നമ്മളിപ്പോൾ ചെയ്യുന്നത് ഈ 3 ദിവസത്തെ ട്രെയിനിങ്ങിലൂടെ 10 ദിവസമായി നമ്മൾ ട്രെയിനിങ് എടുക്കുന്നു ഒരൊറ്റ വിഷയത്തിൽ. അത് തുടക്കം മുതൽ അറ്റൻഡ് ചെയ്തവരുണ്ടോ? ഡേ 1 മുതൽ അറ്റൻഡ് ചെയ്ത ആൾക്കാരൊന്നും എന്നും മിസ്സാവാതെ അറ്റൻഡ് ചെയ്ത ആൾക്കാരൊന്ന് കമൻറ്റ് ചെയ്തേ. ഡേ 1 മുതൽ 10 പോയിന്റ്സും കവർ ചെയ്തിട്ടുള്ള ആൾക്കാർ ആരൊക്കെ ഉള്ളത്? ഒന്ന് കമൻറ്റ് ചെയ്തേ. സക്കിയ പറയുന്നു. ഓക്കെ ഓക്കെ, വേറെ? ഓക്കെ, നസ്രീൻ. ഓക്കെ, വെരി ഗുഡ്. അസ്മ. ഓക്കെ, ആബിദ. എന്താണ് നിങ്ങളുടെ ഒരു ഫീലിങ്സ്? എന്താണ് ഈ 10 ദിവസം നിങ്ങൾ അറ്റൻഡ് ചെയ്യുമ്പോൾ ഉള്ള ഒരു ഫീലിങ്സ് എന്താണ്? അതൊന്ന് ഷെയർ ചെയ്യാമോ? 10 ദിവസത്തെ സെഷൻസ് ഉണ്ട്. അതിനിടയിൽ നമുക്കൊരു 3 സെഷൻസ് വേറെ കയറി വന്നിട്ടുണ്ടായിരുന്നു. ഒരു 5 സെഷൻസ് വേറെ കയറി വന്നിരുന്നു. ബട്ട് ഈ 10 സെഷൻസ് കവർ ചെയ്തിട്ടുള്ള ആൾക്കാർക്ക് അറിയാം. ഇതോടുകൂടി കഴിഞ്ഞിട്ടില്ല കേട്ടോ, ഇനിയുണ്ട് 2 സെഷൻ. ടോട്ടൽ 12ഓളം സെഷൻസ് ഈ ഒരു സീരീസിലുണ്ട്. അപ്പോൾ മാം എന്ത് ചെയ്യുക, ഇത് കേൾക്കാത്തതൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ ഗ്രൂപ്പുകളിൽ ഇതിൻ്റെ ലിങ്ക് അവൈലബിൾ ആണ്. അല്ലെങ്കിൽ ടീം മെമ്പറോട് ചോദിച്ചാൽ മതി, അവർ അയച്ചു തരും. അല്ലെങ്കിൽ യൂട്യൂബിലുണ്ട്. അപ്പോൾ നമ്മളുടെ മൈൻഡിലേക്ക് നമുക്ക് എന്താ വെച്ചാൽ കറക്റ്റായിട്ട് ക്ലാരിറ്റി ആൻഡ് ഹാപ്പിനെസ് ഇവിടെ അസ്മ പറഞ്ഞു കഴിഞ്ഞു. അപ്പോൾ ഈ ഒരു സെഷൻസ് നിങ്ങൾ അറ്റൻഡ് ചെയ്തതോടുകൂടി നിങ്ങൾക്ക് 2025 വരെയാണ് 2025 നിങ്ങളുടെ പുതിയ ഗോളുകൾ എഴുതാനും പുതിയ ഗോളുകൾ സെറ്റ് ചെയ്യാനുള്ള ടൈമാണ്. സോ ആ ഗോളുകളൊക്കെ എഴുതി കഴിഞ്ഞു കഴിഞ്ഞാൽ എന്ത് ആയിരിക്കും, എങ്ങനെയായിരിക്കും അത് ചെയ്തു പോകുമ്പോൾ ഈ പ്രശ്നങ്ങളൊക്കെ വരാൻ സാധിക്കും. ഈ പ്രശ്നങ്ങളൊക്കെ ഇനി മനസ്സിലേക്ക് വരും. നിങ്ങൾ ഓരോന്ന് സോൾവ് ചെയ്ത് പോകും. സോ ടേക്ക് ബിഗ് ബോൾഡ് ഡിസിഷൻസ്. വലിയ നിങ്ങൾ ഭയപ്പെടുന്ന ഡിസിഷൻസ് എന്തുണ്ടെങ്കിലും അതെടുക്കുക, മുന്നോട്ട് പോവുക. അത് ക്ലിയർ ചെയ്യുക. ഫാരിസ്, എന്താ മനസ്സിലായത് ഇന്നത്തെ ഒരു എക്സസൈസ് ചെയ്തപ്പോൾ? ഫാരിസിന് എന്ത് മനസ്സിലായി? എടുക്കേണ്ട പണി എടുത്തില്ല എന്നുണ്ടെങ്കിൽ അതിന് വലിയ പണി മനസ്സിലായി. എടുക്കേണ്ട പണി എടുത്തിട്ടില്ലെങ്കിൽ വലിയ പണി കിട്ടും. ഓക്കെ, വെരി ഗുഡ്. വേറെ എന്തൊക്കെ ഒരു ക്ലാരിറ്റി എന്താ കിട്ടി? എന്താണ് നിങ്ങളുടെ പ്രോബ്ലം എന്നത് മനസ്സിലായോ? മടിയും പേടിയാണ്. മടിയും പേടിയുമാണ്. പേടിയാണ് ഇമോഷൻ. ആ ഇമോഷൻ എന്തെങ്കിലും ക്ലിയർ ചെയ്യണം. ഫാരിസ് നമ്മുടെ അടുത്ത ബാച്ചിലേക്ക് വരുന്നുണ്ടോ? കോഴ്സിലേക്ക് ഞാൻ ജനുവരി ബാച്ച് കയറാം. ജനുവരി ബാച്ചിൽ. ഓക്കെ, ലേറ്റ് ആക്കണ്ട. അതും ഇതേപോലെ ഒരു സ്റ്റോറി ആയിരിക്കാം, കംഫർട്ട് സോൺ ആയിരിക്കാം. നോക്കി നോക്കും, ഒന്ന് ആലോചിച്ച് നോക്കും കേട്ടോ. ഓക്കെ, എന്നിട്ടൊന്ന് സോൾവ് ചെയ്യാൻ പറ്റുമോ നോക്ക്. ഓക്കെ, പലപ്പോഴും പല ആൾക്കാരും എന്താ വെച്ചാൽ കോഴ്സിലേക്ക് വരാൻ ഭയപ്പെടും. കോഴ്സിലേക്ക് വന്നു കഴിഞ്ഞാൽ ഓൺലൈനിൽ ഇരിക്കണം, 2 മണിക്കൂർ ഇരിക്കണം, അത്ര നേരം ഇരിക്കണം, അതിന് എല്ലാ ദിവസവും ഇരിക്കണം, ഒരു ദിവസം മിസ്സായി കഴിഞ്ഞാൽ ഇങ്ങനെ ചിന്തിച്ചു കൂടും. ആൻഡ് ദാറ്റ്സ് യുവർ കംഫർട്ട് സോൺ. അഡാപ്റ്റിംഗ് ടു ചേഞ്ച് എന്ന് പറയുന്നത് ഏത് സിറ്റുവേഷൻ ആണെങ്കിലും അതിനെ അഡാപ്റ്റ് ചെയ്യാൻ തയ്യാറാവുക. ഐ എം റെഡി ടു ഗോ ത്രൂ എനിത്തിങ്. അതാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്, അപ്ലൈ ചെയ്യേണ്ടത് കേട്ടോ. ദെൻ ബിൽഡ് എ റെസിലിയൻസ് മൈൻഡ് സെറ്റ്. നമ്മൾ എന്ത് ചെയ്യണം, നമ്മളുടെ ഫ്ലെക്സിബിലിറ്റി ഡെവലപ്പ് ചെയ്യുക. ബിൽഡ് റെസിലിയൻസ് ബൈ വ്യൂയിങ് ചേഞ്ച് ആസ് എൻ ഓപ്പർച്യൂണിറ്റി ഫോർ ഗ്രോത്ത്. നമ്മളെപ്പോഴും കാണേണ്ടത് നമുക്ക് ഈ പ്രയാസങ്ങളെല്ലാം നമ്മൾ എന്ത് ചെയ്യണം, വളരാനുള്ള അവസരമായിട്ട് കാണണം. ആൻഡ് കീപ് എ പോസിറ്റീവ് മൈൻഡ് സെറ്റ്, ലുക്ക് ഫോർ സൊല്യൂഷൻസ് ഇൻസ്റ്റെഡ് ഓഫ് ഡ്വെല്ലിംഗ് ഓൺ ദ പ്രോബ്ലം. പ്രോബ്ലത്തിലേക്ക് നോക്കുന്ന മൈൻഡ് സെറ്റ് ഒഴിവാക്കണം. നമ്മുടെ എല്ലാവരുടെയും പ്രശ്നം, നമുക്കൊക്കെ ഒരു പാറ്റേൺ ഡെവലപ്പ് ആയിട്ടുണ്ട്. ലുക്കിംഗ് ടു ദ പ്രോബ്ലം ബിക്കോസ് നമ്മൾ ഒരുപാട് കാലമായിട്ട് പ്രോബ്ലത്തിൽ കുടുങ്ങി കിടക്കുകയാണ്. ഇതിന്റെ കാരണം എന്താ? ശരിക്കും ആക്ച്വലി പ്രോബ്ലത്തിലേക്ക് നോക്കിയത് കൊണ്ടാണ്. നമ്മൾ ഒരിക്കലും ചോദിച്ചില്ല ഈ പ്രോബ്ലത്തിൽ നിന്ന് എങ്ങനെ പുറത്ത് കിടക്കാനുള്ളത്. ഞാൻ പ്രോബ്ലത്തിലാണല്ലോ എന്നാ പറഞ്ഞത്. ചെറിയ ചേഞ്ച് നിങ്ങൾ ആഗ്രഹിക്കുന്ന പ്രോബ്ലത്തിൽ പുറത്ത് കിടക്കാനാണ്. പക്ഷെ നിങ്ങൾ ചോദിച്ച ചോദ്യം വേറെ, രീതി മാറി. നിങ്ങളെ കൂടുതൽ പ്രോബ്ലത്തിലേക്ക് നയിക്കുന്ന, ഞാൻ പ്രോബ്ലത്തിലാണ്, എനിക്ക് ഇത് പ്രശ്നമാണ്, എനിക്ക് അത് പ്രശ്നമാണ്, അങ്ങനെ പ്രശ്നമാണ്. ഇങ്ങനെ ചിന്തിച്ച് നമ്മുടെ ബ്രെയിനിന്റെ പ്രത്യേകത എന്താ വെച്ചാൽ സ്ഥിരമായിട്ട് എന്താണോ ചിന്തിക്കുന്നത് അതിനോട് സമാനമായ കാര്യങ്ങളിലേക്ക് നമ്മുടെ ബ്രെയിൻ നമ്മളെ ട്യൂൺ ചെയ്യുള്ളൂ. റെട്ടിക്കുലർ ആക്ടിവേറ്റിംഗ് സിസ്റ്റം എന്ന് പറയുന്ന ഒരു പാർട്ടുണ്ട് നമ്മുടെ ബ്രെയിനിൽ. നമ്മൾ എന്താണോ സ്ഥിരമായിട്ട് നോക്കുന്നത് അതിലേക്ക് തന്നെ ഫോക്കസ് ചെയ്തുകൊണ്ടിരിക്കും. അതിൽ നിന്നൊന്ന് മാറി ചിന്തിക്കാൻ നമ്മുടെ ബ്രെയിൻ എന്ത് ചെയ്യില്ല, സമ്മതിക്കില്ല. വീണ്ടും അതിലേക്ക് തന്നെ പോവാം. അതാണ് നമ്മൾ ട്രെയിൻ ചെയ്ത് കൊണ്ടുവന്നത്. അതിൽ നിന്ന് മാറ്റിയിട്ട് മനഃപൂർവ്വം എന്ത് ചെയ്യണം, വി ഹാവ് ടു ലുക്ക് ഇൻ ടു ദ സൊല്യൂഷൻ. ഇവിടെ വളരാനുള്ളൊരു അവസരമുണ്ട് എന്നുള്ളത് നമ്മൾ നോക്കണം. വളരാനുള്ളൊരു അവസരം ഇവിടെ ഉണ്ട്.
ഈ പ്രോബ്ലത്തിൽ, ഈ പ്രശ്നം ഉണ്ടായിക്കോട്ടെ, ഈ പ്രശ്നത്തിൽ എനിക്ക് എന്തുകൊണ്ട് വളരാനുള്ള അവസരമാണ്. ദിസ് ഈസ് ഹാർഡ് ആൻഡ് ദാറ്റ്സ് ഓക്കെ. ലെറ്റ് യുവർ സെൽഫ് ഗ്രോ. ഈ പ്രശ്നം വന്നത് നല്ലതാണ്, ഈ ബുദ്ധിമുട്ട് വന്നത് നല്ലതാണ്. ഇപ്പൊ നിങ്ങൾ അനുഭവിക്കുന്ന പ്രശ്നങ്ങളുണ്ടായിരുന്നു, തലവേദനയൊക്കെ. ലിൻഡ മാം തലവേദനയൊക്കെ അനുഭവിച്ചിരുന്നല്ലോ. ദാറ്റ്സ് ഗുഡ്. കാരണം അതുണ്ടായതുകൊണ്ട് ഈ ക്ലാസ്സിലെത്തി. റൈറ്റ്? സോ സേ താങ്ക് യു ടു ദാറ്റ്. ഈ ക്ലാസ്സിലെത്തി ഇത് പഠിക്കാൻ പറ്റി, ഇനി എന്ത് ചെയ്യാൻ, ഗ്രോ ചെയ്യാൻ പറ്റും. ഇറ്റ്സ് ആൻ ഓപ്പർച്യൂണിറ്റി ഫോർ ഗ്രോത്ത്. ആൻഡ് ദെൻ ലുക്ക് ടു ദ സൊല്യൂഷൻ. ഇനി അതിലേക്ക് നോക്കണം. ഇനി പഴയ പ്രോബ്ലം, ചില ആൾക്കാർ കൗൺസിലിങ്ങിന് വന്നു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ നമ്മുടെ കോഴ്സിലൊക്കെ വന്നു കഴിഞ്ഞാൽ ഇനി പ്രോബ്ലം തന്നെ പറഞ്ഞുകൊണ്ടിരിക്കും. സാർ ഞാൻ അങ്ങനെയാണ്, സാർ ഞാൻ എങ്ങനെയാണ്. അപ്പൊ ഞാൻ പറയും, ഇനി പ്രോബ്ലത്തിൽ സംസാരിക്കരുതെന്ന് പറയും. പ്രോബ്ലം സംസാരിക്കരുതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ വീണ്ടും ആ സങ്കടത്തിലേക്കാണ്. എന്താ കാര്യം? അതിൽ നിന്ന് മനസ്സിലാക്കണം. അവർക്ക് പുറത്ത് കടക്കേണ്ടത് എന്താണ്? മുന്നോട്ടാണ് പോകേണ്ടത്. ബട്ട് ദേ ആർ ഗോയിങ് ബാക്ക് അഗെയിൻ. ഈ പ്രോബ്ലത്തിനെ കുറിച്ച് പറഞ്ഞ്, ഈ പ്രോബ്ലത്തിനെ കുറിച്ച് ആലോചിച്ച്, ഈ പ്രോബ്ലത്തിനെ കുറിച്ച് വിഷമിച്ച് സങ്കടപ്പെട്ട് ഒന്നുകൂടി ഒന്ന് ആഘോഷിക്കണം. അവർക്ക് ഒന്ന് വിട്ടുപോരാൻ, അവർക്ക് വിട്ടുപോരാൻ താല്പര്യമില്ല. അവർക്ക് സെൻഡ് ഓഫ് ആഘോഷിച്ചിട്ട് വേണം പോരാൻ. അവിടെ ഒന്ന് സെലിബ്രേറ്റ് ചെയ്തിട്ട് സങ്കടമൊക്കെ ഒന്ന് പറഞ്ഞ് തീർത്ത്, വിഷമിച്ച് തീർത്തിട്ട് എന്നിട്ട് പോരണം. എന്നിട്ടും പോരൂല. അവിടുന്ന് വരില്ല. അവിടെ തന്നെ നിൽക്കണം. അവിടെ തന്നെ സ്റ്റക്കായി നിൽക്കണം. സോ ബിക്കോസ് ഇറ്റ് ബിക്കെയിം എ പാറ്റേൺ. ഇതൊരു പാറ്റേണായി മാറിയിട്ടുണ്ട്, അതൊരു അഡിക്ഷനായി മാറിയിട്ടുണ്ട്. പ്രോബ്ലംസ് ആൻഡ് പെയിൻ ആൻഡ് വിക്ടിം മെന്റാലിറ്റി, ഇറ്റ്സ് സോ അഡിക്റ്റീവ്. ഭയങ്കര അഡിക്ഷനാണ് വിക്ടിം മെന്റാലിറ്റി. നമ്മുടെ പ്രശ്നത്തെക്കുറിച്ച് പറയുക, വീണ്ടും പറയുക, അതിൻ്റെ പിറ്റി പാർട്ടി നടത്തുക, അത് തന്നെ പറഞ്ഞുകൊണ്ടിരിക്കുക. And you will never get out because you are focusing on the problem. ബാക്കോട്ട് നോക്കിയിട്ട് മുന്നോട്ട് നടന്നിട്ട് കാര്യമില്ല, തട്ടി തടഞ്ഞ് വീഴും. നിങ്ങൾക്ക് പോകാനുള്ളത് മുന്നോട്ടാണ്. So look forward. Get rid of your past. Let go of your past. It's okay. Happened is happened. Past is past. സംഭവിച്ചതെല്ലാം കഴിഞ്ഞു. ഇനി അതും പിടിച്ചുകൊണ്ടിരുന്നിട്ട് കാര്യമില്ല. അവൻ എന്നോട് അങ്ങനെ ചെയ്തു, ഇവരെന്നോട് ഇങ്ങനെ ചെയ്തു, അവരെന്നെ വിഷമിപ്പിച്ചു, അവരത് ചെയ്തു, ഇവരിത് ചെയ്തു, അത് ചെയ്തു. So what? Who cares? Who the hell are you? I don't care about your problem. Nobody care about you, what you have gone through. ആരും കെയർ ചെയ്യില്ല. Because everybody is looking for what you can do now. ഇപ്പൊ എന്ത് ചെയ്യാൻ പറ്റും? And what you can create tomorrow. നാളെ നിനക്ക് എന്ത് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും? ഇപ്പൊ എന്ത് ചെയ്യാൻ പറ്റും? What you can do about your problem. ഈ പ്രോബ്ലത്തിനെ ബേസ് ചെയ്തിട്ട് എന്ത് ചെയ്യാൻ പറ്റും? എന്ത് ബിൽഡ് ചെയ്യാൻ പറ്റും? എങ്ങനെ നീ അത് ഓവർകം ചെയ്യും? അത് മാത്രമേ മാറ്റർ ഉള്ളൂ. അല്ലാതെ അതും പറഞ്ഞുകൊണ്ടിരിക്കുകയാണെന്നുണ്ടെങ്കിൽ നിനക്കിരിക്കാം, വിഷമിച്ചിരിക്കുക, സങ്കടപ്പെട്ടിരിക്കുക. Get out of your problem. Deal with it. If you're going through problems, deal with it because you created that problem. ആ പ്രോബ്ലം ഉണ്ടാക്കിയത് നീയാണ്, നമ്മളാണ്. അല്ല സാർ, വേറെ ആരൊക്കെയാണ്? അല്ല, വേറെ ആര് ചെയ്തതാണെങ്കിലും അവർക്ക് ചെയ്യാനുള്ള അവസരം കൊടുത്തത് നിങ്ങളാണ്. നിങ്ങൾ അനുവദിക്കാതെ ഒരാൾ നിങ്ങളെ വേദനിപ്പിക്കില്ല, നിങ്ങളെ ചതിക്കില്ല. നിങ്ങൾ നിന്ന് കൊടുക്കാതെ ഒരാൾ സഹിക്കില്ല. So understand the problem is created by you. Accept that responsibility, accept that reality, change it. പ്രശ്നം വന്നു കഴിഞ്ഞ് ഇനി നിങ്ങളോ വേറെ ആരോ ചെയ്തതായിരിക്കാം, നിങ്ങൾക്ക് ആ പ്രശ്നം വന്നു കഴിഞ്ഞു. ഇനി എന്താ വേണ്ടത്? ടേക്ക് എ ഡിസിഷൻ ടു ഗെറ്റ് ഔട്ട്. അപ്പോൾ പുതിയ ഗോൾ സെറ്റ് ചെയ്യുക, പുതിയ തീരുമാനങ്ങൾ എടുക്കുക, അതിലേക്ക് ഇറങ്ങിത്തിരിക്കുക. അപ്പോൾ പ്രശ്നങ്ങളുണ്ടാവും, ഡൗൺ ആകും. ഡീൽ വിത്ത് ഇറ്റ്. Nobody is going to help you. Sometimes nobody is going to help you. ഒരാൾ ചിലപ്പോൾ ഉണ്ടാവില്ല, ഒരാളെയും പ്രതീക്ഷിക്കേണ്ട. ബിക്കോസ് ഇറ്റ്സ് നോട്ട് ദെയർ ഡ്രീം. അത് അവരുടെ സ്വപ്നമല്ല. ഇറ്റ് ഈസ് യുവർ ഡ്രീം. ഇറ്റ് ഈസ് യുവർ ലൈഫ്. യു ഹാവ് ടു ചേഞ്ച് ഇറ്റ്. ഇത്രയും പറഞ്ഞുകൊണ്ട് ഇന്നത്തെ സെഷൻ അവസാനിപ്പിക്കുകയാണ്. നാളെ അടുത്ത ടോപ്പിക്കായിട്ട് വീണ്ടും വരാം. 23-ാം തീയതി പ്രോഗ്രാം നടക്കുന്നുണ്ട്. 10 ദിവസത്തെ ഓൺലൈൻ കോച്ചിങ്, ബാക്കി 30 ഡേയ്സിൻ്റെ ട്രെയിനിങ് പ്രോഗ്രാം. അത് 45 ഡേയ്സ് വേണമെങ്കിൽ അതും ഓപ്ഷൻ ഉണ്ട്, 60 ഡേയ്സ് വേണമെങ്കിൽ അതും ഓപ്ഷൻ ഉണ്ട്. പേഴ്സണൽ മെൻറ്റർ സർവീസ് ഉണ്ടാകും. നിങ്ങളുടെ ലൈഫ് ചേഞ്ച് ചെയ്യാനുള്ള എല്ലാവിധ ടൂളുകളും നിങ്ങൾക്ക് പഠിപ്പിച്ച്
നിങ്ങളെ എക്വിപ്ഡ് ആക്കും. നിങ്ങളുടെ ഇമോഷൻസ് ക്ലിയർ ചെയ്ത്, നിങ്ങളുടെ ട്രോമാസ് ക്ലിയർ ചെയ്ത് ഒരു ന്യൂ പേഴ്സൺ ആക്കി നിങ്ങളെ മാറ്റിയെടുക്കും. ഇറ്റ്സ് സച്ച് എ ബ്യൂട്ടിഫുൾ പ്രോഗ്രാം. ഓക്കെ, കം ടു ദാറ്റ് ആൻഡ് ചേഞ്ച് യുവർ ലൈഫ്. ഇതിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസ് അറിയാൻ വേണ്ടിയിട്ടെന്ന് വെച്ചാൽ നമ്പർ ഡീറ്റെയിൽസ് കൂടെ കൊടുക്കുന്നുണ്ട് ടീം മെമ്പേഴ്സ്. എന്ത് ചെയ്യുക. ഇന്നത്തെ സെഷൻ എങ്ങനെ ഉണ്ടായിരുന്നു? കുറേ നല്ല നല്ല ടിപ്സുകൾ ഞാൻ പറഞ്ഞിട്ടുണ്ട്. അത് ഒരു ഡൗട്ട് ഉണ്ടെന്ന് ചോദിച്ചോളൂ സഖിയെ, ചോദിച്ചോളൂ. ഹലോ, ചോദിച്ചോളൂ. ഞാൻ കുറച്ച് ദിവസമായിട്ട് ചെയ്യുന്നൊരു കാര്യം, അപ്പോ സാറിന്റെ ഒരു സജഷൻ അറിയാമായിരുന്നു. ഒരു മോർണിംഗിലൊരു 8 മണി മുതൽ കേൾക്കുന്നില്ലേ? കേൾക്കുന്നുണ്ട്. ഒരു 3 മണി വരെ എനിക്ക് ലോ എനർജിയാണ് ഫീൽ ചെയ്യുന്നത്. ഈവനിങ് മുതൽ ഹൈലി പ്രൊഡക്റ്റീവ് ആകുന്നുണ്ട്. അപ്പോ അതിനെ എങ്ങനെ? അതെ, നൈറ്റിലൊക്കെ ഹൈലി പ്രൊഡക്റ്റീവ് ആണ്. ഓക്കെ, നൈറ്റിലൊക്കെ ഹൈലി പ്രൊഡക്റ്റീവ് ആണ്. മോർണിംഗിലോട്ട് ഷിഫ്റ്റ് ചെയ്തിട്ട് എങ്ങനെ സെറ്റ് ചെയ്യാൻ സാധിക്കും? ഓക്കെ, മോർണിംഗിലോട്ട് ഷിഫ്റ്റ് ചെയ്തിട്ട് എങ്ങനെ സെറ്റ് ചെയ്യാൻ പറ്റുമെന്നാണ് ചോദിക്കുന്നത്? അതെ അതെ, ഒരു മോർണിംഗ് പേഴ്സൺ ആയി മാറണം. ഓക്കെ, നിങ്ങൾ പ്രോഗ്രാമിലേക്ക് ജോയിൻ ചെയ്തിട്ടില്ലേ? അതെ, ജോയിൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഡോണ്ട് വറി, അതെന്തായാലും ക്ലിയർ ആയിക്കോളും അടുത്ത ബാച്ച് സ്റ്റാർട്ട് ചെയ്യുന്നതോട് കൂടിയിട്ട്. കാരണം നമ്മുടെ ആ ഒരു എനർജി ഡൗൺ ആവുന്നതിന് പല റീസൺസ് ഉണ്ടാകും. ഒന്നുകിൽ നമ്മുടെ ഭക്ഷണം, അല്ലെങ്കിൽ നമ്മളുടെ ഹോർമോൺ ബാലൻസിങ്, അതും അല്ലെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ ഉള്ളിലുള്ള കിടക്കുന്ന ചില സ്ട്രെസ്സുകളുണ്ടാകും. സ്ട്രെസ് ആണെന്നുണ്ടെങ്കിൽ ഹീൽ ചെയ്ത് കഴിഞ്ഞാൽ പോകും. ഹോർമോൺ ബാലൻസിങ്ങും ഹീൽ ചെയ്ത് കഴിഞ്ഞാൽ പോകും, കാരണം അത് സ്ട്രെസ് റിലേറ്റഡ് ആണ്. പിന്നെ ഫിസിക്കൽ എക്സസൈസ് എന്തെങ്കിലും ചെയ്യുക, അതിലൂടെയും ക്ലിയർ ആയി പോകും. ഫിസിക്കൽ എക്സസൈസ് ഒന്ന് ചെയ്തുകൊണ്ട് എത്രയും പെട്ടെന്ന് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റുന്നൊരു കാര്യം കേട്ടോ. വീട്ടിലിരുന്നിട്ട് തന്നെ ചെയ്യാൻ പറ്റുന്ന എക്സസൈസുകൾ ഉണ്ടാവും, റൂമിൽ കുറച്ച് നേരം ടൈം എടുത്തിട്ട്. ആ ഒരു 8 മണിയാകുമ്പോഴേക്കും പിന്നെ ഒരു പാറ്റേൺ ഡെവലപ്പ് ആയിട്ടുണ്ടാവും. ആ പാറ്റേൺ ബ്രേക്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞാൻ പറഞ്ഞത് ഇതൊരു ഗോൾ സെറ്റ് ചെയ്ത് എക്സസൈസ് ഒക്കെ സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ അത് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ഓട്ടോമാറ്റിക്കലി അത് ക്ലിയർ ആയിക്കോളും കേട്ടോ. പിന്നെ കോഴ്സിലേക്ക് നിങ്ങൾ വരുന്നുണ്ടല്ലോ, വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് സിമ്പിളായിട്ട് ചേഞ്ച് ചെയ്യാൻ പറ്റും അല്ലേ? എത്ര പേർക്ക് അറിയാം? ശരിയല്ലേ സജീറ? കംപ്ലീറ്റ്ലി ചേഞ്ച് ചെയ്തൂടെ? ശരിയാണ്, തീർച്ചയായിട്ടും. ഓക്കെ, അപ്പോൾ അതെല്ലാം ട്രൈ ചെയ്തു എന്നാണ് പറയുന്നത്. അതൊക്കെ ട്രൈ ചെയ്തു എന്നാണെന്നുണ്ടെങ്കിൽ കോഴ്സിന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യാന്നാണ് എനിക്ക് പറയാനുള്ളത്. ഓക്കെ, വെയിറ്റ് ചെയ്യാം. യു വിൽ ബി ഫൈൻ. താങ്ക് യു സോ മച്ച്. സി യു ടുമോറോ. നാളെ അടുത്ത ടോപ്പിക്കായിട്ട് കാണാം കേട്ടോ. താങ്ക് യു സർ. താങ്ക് യു. ഹാവ് എ ഗ്രേറ്റ് ഡേ. കൂടുതൽ അവയർനെസ് നിങ്ങളിലേക്ക് ഓരോ ദിവസം കഴിയുമ്പോഴും വരുന്നു. നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾക്ക് ഗോൾസ് അച്ചീവ് ചെയ്യാനുള്ള ഒരു മെന്റൽ പവർ നിങ്ങൾക്ക് ഉണ്ടാവട്ടെ. ഓക്കെ, താങ്ക് യു സോ മച്ച്. Thank you.